ഏറ്റവും ഡെഡ്ലിയസ്റ്റായ പോയ്സൺ നേച്ചർ പ്രൊഡക്റ്റാണ്. അത് ബോട്ടുലിനിയം ടോക്സിനാണ്, സോഫാർ നോൺ. അതായത് 1 ഗ്രാം ഉണ്ടെങ്കിൽ 1,25,00,000 ആൾക്കാരിൽ പകുതി ആൾക്കാർ മരിക്കാൻ ചാൻസ് ഉണ്ട്. കുന്നിക്കുരു അബ്രിൻ എന്നുള്ളൊരു സാധനമാണ് അതിനകത്തിരിക്കുന്നത്. ഒരു കുന്നിക്കുരു കഴിച്ചാൽ ആൾക്കാർ മരിക്കും. സോ മോർ ദാൻ 50% ഓഫ് ദ ഡ്രഗ്സ് ആർ പ്ലാന്റ് ഡിറൈവ്ഡ് മോളിക്യൂൾസ് ആണ്. അതിൽ നിന്ന് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് പക്ഷേ പിന്നെ സിന്തറ്റിക് ആയിട്ടുണ്ട്. പിന്നെ സിന്തറ്റിക് വൺസ് ഇറ്റ് ഇസ് മെയ്ഡ് അതാണ് ഈസിയർ. നമ്മൾ പണ്ട് ഗുഹയിലാണ് താമസിച്ചിരുന്നത്, ഇന്ന് ആരും ഗുഹയിൽ താമസിക്കാറില്ല. നമ്മൾ നല്ല വീട്ടിലാണ് താമസിക്കുന്നത്. പണ്ട് ആരണി കടഞ്ഞാണ് തീ ഉണ്ടാക്കിയിരുന്നത്. അതിൻ്റെ ആവശ്യമില്ല. ലക്ഷ്മി തരം എന്ന് പറഞ്ഞത് അവിടെ തീപ്പെട്ടി ഉണ്ടാക്കുന്ന മരം ആയിരുന്നു. അത് ഇവിടെ വന്നിട്ട് വലിയ പേരൊക്കെ വന്ന്, ലക്ഷ്മി എന്നുള്ള പേരൊക്കെ വന്നുകൊണ്ട് ആൾക്കാർ നട്ടുപിടിപ്പിച്ച ഒരു വേസ്റ്റായൊരു മരമാണ്. തീപ്പെട്ടി ഉണ്ടാക്കാൻ കൊള്ളാം. എല്ലാവരും ഓർഗാനിക് ഫുഡാണ് കഴിക്കുന്നതെങ്കിൽ ഇന്ന് ഏകദേശം 2 ബില്യൺ, ഒരു 2.5 ബില്യൺ ആൾക്കാർ മാത്രമേ ഈ ഭൂമിയിൽ ഉണ്ടാവുള്ളൂ. 60% ഓഫ് ദ ക്യാൻസർ ആർ ഫോർ പേഴ്സൺ എബോവ് 60. 70 എബോവ് ആകുമ്പോൾ ക്യാൻസർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ പാർക്കിൻസൺ ഡിസീസ്, അല്ലെങ്കിൽ മെമ്മറി ലോസ്, അൾഷൈമേഴ്സ് ഡിസീസ്, ഇതൊക്കെ പുതിയ പുതിയ ഡിസീസ് ആണെന്നാണ് ആൾക്കാരുടെ ധാരണ. അങ്ങനെയല്ല, നമ്മൾ ഇത് കാണാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു രാജ്യത്തിൻ്റെ അഭിവൃദ്ധി തീരുമാനിക്കുന്ന ഒരു ഇൻഡെക്സാണ് റിസർച്ചേഴ്സ് പെർ മില്യൺ. അത് ഇന്ത്യയുടെ വളരെ കുറവാണ്. 288 260 താഴെയാണ്. എല്ലാവർക്കും നമസ്കാരം. അൺബയസ്ഡിൽ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഡോക്ടർ കാന സുരേഷനാണ്. വളരെ കാലത്തെ എൻ്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹം ഐസറിലെ പ്രൊഫസറാണ്, ഒരു കെമിസ്റ്റാണ്, ഒരു ശാസ്ത്രജ്ഞനാണ്. സാധാരണ ഞങ്ങൾ കാണുമ്പോൾ സംസാരിക്കാറുള്ളത് മിക്കവാറും കെമിസ്ട്രിയും വൈദ്യവും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇന്നും അതുപോലെ ഒരു കോൺവെർസേഷൻ സാധാരണ ഞങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ സംസാരിക്കുമോ അതുപോലെ ഒരു കോൺവെർസേഷനാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് കുറച്ചു കാലം പിന്നിലേക്ക് പോവാം. ഒരു 13.8 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് നമുക്കിന്നറിയാവുന്ന രീതിയിലുള്ള പ്രപഞ്ചം ഉണ്ടാകുന്നു. ഫിസിക്സിൻ്റെ മേഖലയാണുള്ളത്. നമ്മൾ അവിടുത്തെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഫിസിക്സാണ്. എപ്പോൾ മുതലാണ് കെമിസ്ട്രി തുടക്കം കുറിക്കുന്നത്? അല്ലെങ്കിൽ ഒരു കെമിസ്ട്രിയുടെ ലെവലിലേക്ക് നമുക്ക് ഏത് ഘട്ടം മുതൽ കൊണ്ടുവരാൻ പറ്റും? അതായത് ആദ്യം സിയർ പറഞ്ഞതുപോലെ ഫിസിക്സാണ് വർക്ക് ചെയ്തത്. ഓഫ് കോഴ്സ് മാത്തമാറ്റിക്സ് വാസ് ഓൾസോ ഇത്. പക്ഷേ ഈ ആറ്റങ്ങൾ ഉണ്ടായതിനു ശേഷം, ഈ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് വന്നതിന് ശേഷമാണല്ലോ ആറ്റങ്ങൾ ഉണ്ടാകുന്നത്. അതിനുശേഷം ഈ കോമ്പിനേഷൻ സംഭവിച്ചു. ഈ ഇടിമിന്നൽ പോലുള്ള അവസ്ഥകൾ, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി, ഇങ്ങനെയുള്ള ചാർജസ്, ഇതൊക്കെ കൂടി ഈ കോമ്പിനേഷൻ സംഭവിച്ചു. ആ കോമ്പിനേഷൻ സംഭവിച്ച് വലിയ വലിയ മോളിക്യൂൾസ് ഉണ്ടായി. അവിടെ നിന്നുള്ളതാണ് ശരിക്കും കെമിസ്ട്രിയുടെ സ്റ്റാർട്ടെന്ന് പറയാം. സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് ശേഷം ആറ്റം ആയതിനു ശേഷമാണ് മോളിക്യൂൾസ് ഉണ്ടാകുന്നത്. അപ്പോൾ കെമിസ്ട്രി ഒരു പഠനശാഖ എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ മുതലാണ് ഒരു കാര്യമായി പറയാമെന്നുള്ളത് തോന്നുന്നു. വേറെ കാര്യം ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കെമിസ്ട്രി എന്നുള്ള വാക്കുണ്ടായത് ആൽക്കമി എന്നുള്ള വാക്കിൽ നിന്നാണ്. അതെ, ആൽക്കമി പക്ഷേ നമ്മളൊരു സ്യൂഡോ സയൻസ് ആയിട്ടാണ് പറയാറ്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ സ്യൂഡോ സയൻസിൽ നിന്ന് ഇത് സയൻസാക്കി മാറ്റാനായിട്ട് എന്തൊക്കെ ചേരുവകളാണ് ഈ കെമിസ്ട്രിയിൽ കൂടുതൽ ചേർത്തിട്ടുള്ളത്? അല്ലെങ്കിൽ എങ്ങനെയാണ് ആൽക്കമി എന്ന് നമ്മൾ തള്ളിക്കളഞ്ഞിട്ട് കെമിസ്ട്രി എന്ന് പറഞ്ഞൊരു ശാസ്ത്രശാഖയിലോട്ട് വന്നത്? ശരിക്കും ആ പെർസെപ്ഷനാണ് ചേഞ്ച് ചെയ്തത്. ശരിക്കും ആ പ്രോസസ്സൊക്കെ ഓൾമോസ്റ്റ് സിമിലറാണ്. ഈ ആൽക്കമിസ്റ്റ് ഉണ്ടാക്കിയ ഡിസ്റ്റിലേഷൻ സെറ്റപ്പാണ് ഇന്നും എൻ്റെ ലാബിൽ ഉപയോഗിക്കുന്നത്. അവരുണ്ടാക്കിയ ടെസ്റ്റ് ട്യൂബ് അതുപോലുള്ള പല ഡിസ്റ്റിലേഷൻ എന്ന് പറയുമ്പോൾ വാറ്റലാണ്. അപ്പോൾ അന്ന് they were chasing for something which is unreal. ഇല്ലാതെ ഒരു സാധനത്തിന് വേണ്ടി ചേസ് ചെയ്യായിരുന്നു. അത് ഫിലോസഫർ സ്റ്റോണിനോ അല്ലെങ്കിൽ എലിക്സർ ഓഫ് ലൈഫോ അങ്ങനത്തെ സാധനം ഇല്ല എന്ന് മനസ്സിലാകുമ്പോൾ നമ്മൾ ഉള്ള സാധനങ്ങൾ എന്താണ് നമുക്ക് ആ കെമിസ്ട്രി വെച്ച് ചെയ്യാൻ പറ്റുന്നത് എന്നതാണ് ഇപ്പോഴും നമ്മൾ ട്രൈ ചെയ്യുന്നത്. സോ ഓൺലി ഡിഫറൻസ് ഈസ് അവർ ടാർഗറ്റ് ഹസ് ചേഞ്ച്. പ്രോസസ്സൊക്കെ ഓൾമോസ്റ്റ് സെയിമാണ്. ഓഫ് കോഴ്സ് ഇറ്റ്സ് ഗെറ്റിംഗ് റിഫൈൻഡ് എന്നുള്ളതുണ്ട്. ഓരോ പ്രാവശ്യം നമ്മൾ അഡ്വാൻസ് ചെയ്യുമ്പോൾ നമ്മുടെ മെത്തേഡ്സ് റിഫൈൻഡ് ആവുന്നു. അങ്ങനെ വ്യത്യാസമുണ്ട്. ബട്ട് യെസ്, ഇത് ട്രാൻസിഷൻ ഫ്രം ആൽക്കമി ടു കെമിസ്ട്രി എന്ന് പറയാം. ആ പേരിൻ്റെ കാര്യത്തിലാണെങ്കിലും ആൽക്കമിയിൽ ഉപയോഗിച്ചിരുന്ന പോലെയല്ല, നമ്മൾ കുറച്ചുകൂടെ ശാസ്ത്രീയമായിട്ടാണ് ഇന്ന് കെമിസ്ട്രി അപ്രോച്ച് ചെയ്യുന്നത്, അല്ലേ? സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ച് തുടങ്ങുന്നത്. കെമിസ്ട്രിയിൽ എനിക്ക് നമ്മൾ പല സബ്ജക്റ്റുകളുടെ കാര്യം പറയുമല്ലോ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒക്കെ പറയുമ്പോഴും ഈ കെമിസ്റ്റ് എന്താണ് ആക്ച്വലി ചെയ്യുന്നത്? കാര്യം പൊതുവേ ഉണ്ടാകുന്ന ഒരു ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മെഡിസിനിലുള്ള ഒരു സ്റ്റീരിയോടൈപ്പ് ഉണ്ടല്ലോ, വെള്ള ലാബ് കോട്ട് ഇട്ട് കഴുത്തിൽ സ്റ്റെതസ്കോപ്പ് ഇട്ട് നിൽക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ കെമിസ്റ്റിനെ പറ്റിയും കുറേ ടെസ്റ്റ് ട്യൂബുകളുമായിട്ട് മാത്രം നിൽക്കുന്നതല്ല. അങ്ങനത്തെ ഒരു ഇമേജാണ് പൊതുവേ പൊതുജനത്തിനുള്ളത്. അല്ലെങ്കിൽ കെമിക്കലുകൾ പൊതുവേ പേടിയൊക്കെയാണ്. അല്ലാതെ ശരിക്കും നമ്മുടെ ഡെയിലി ലൈഫിന് കെമിസ്ട്രിക്ക് എന്തുമാത്രം പങ്കുണ്ട്?
ഡെയിലി ലൈഫിൽ കെമിസ്ട്രിക്ക് ഒരുപാട് പങ്കുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഇന്നത്തെ ഈ ഒരു ലെവലിൽ നമ്മൾ എത്തിയത് ഇൻ ടേംസ് ഓഫ് ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ലൈഫ് എക്സ്പെക്റ്റൻസിയുടെ കാര്യത്തിലും എല്ലാം, അല്ലെങ്കിൽ നമ്മൾക്ക് ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും, നമ്മുടെ വീട്, പാർപ്പിടം, വസ്ത്രം എല്ലാം കെമിസ്ട്രിയുടെ പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഒരു 100 വർഷം മുമ്പ് നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി, ആവറേജ് ലൈഫ് എക്സ്പെക്റ്റൻസി ഇൻ ഇന്ത്യ ഇസ് ലെസ് ദാൻ 25. ഇന്ന് അത് 70 ആയിരിക്കുന്നു. അത് ഇന്ത്യയിൽ മാത്രം സംഭവിച്ചില്ല, ലോകത്തിലെല്ലാ സ്ഥലത്തും ഈ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അത് കെമിസ്ട്രിയുടെ ഒരു സംഭാവനയാണ്. വൺ ഓഫ് ദ റീസൺ ഈസ് കെമിസ്ട്രി. അത് കെമിസ്ട്രി മാത്രമാണെന്ന് പറയുന്നില്ല, സയൻസ് ഇൻ ജനറൽ. പക്ഷേ കെമിസ്ട്രി എപ്പോഴാണ് കെമിസ്ട്രി എന്ന ഒരു കമ്മ്യൂണിറ്റി ഒരു പർട്ടിക്കുലർ മോളിക്യൂള് പ്യുവറായിട്ട് സിന്തസൈസ് ചെയ്യാൻ പഠിച്ചത്, അന്ന് മുതലാണ് നമ്മുടെ ഈ ലൈഫ് എക്സ്പെക്റ്റൻസി കൂട്ടിയത്. അല്ലെങ്കിൽ നമ്മുടെ മറ്റ് കാര്യങ്ങൾ, അഗ്രികൾച്ചർ പ്രോഡക്ട്സിൻ്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ അതിൻ്റെ ഈൽഡ് കൂടിയത്. അതൊക്കെ സംഭവിച്ചത് നമ്മൾ എപ്പോഴാണോ സിന്തസൈസ് ചെയ്യാൻ പഠിച്ചത്, ഓർഗാനിക് മോളിക്യൂൾസ് അല്ലെങ്കിൽ ഇനോർഗാനിക് മോളിക്യൂൾസ് ആയാലും സിന്തസൈസ് ചെയ്യാനും പ്യൂരിഫൈ ചെയ്യാനും പഠിച്ചത് അന്ന് മുതലാണ് ഇത് സംഭവിച്ചതെന്നുള്ളതാണ്. ചിലർക്കെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിലും ചിലർക്ക് പുതിയതായിട്ടുള്ള വാക്കായിരിക്കും സിന്തസൈസ് ചെയ്യുക അല്ലെങ്കിൽ സിന്തറ്റിക് ആയിട്ട് ഉണ്ടാക്കുക. അപ്പം പൊതുവേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്ക് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണെന്നാണ് പറയാം, അതായത് നാച്ചുറലായിട്ടുള്ളത്. അപ്പം നാച്ചുറലായിട്ടുള്ളതെല്ലാം പൊതുവേ നല്ലതെന്ന് നമുക്ക് എങ്ങനെ ഒരു പൊതുബോധത്തിൻ്റെ ഭാഗമായിട്ട് അത് വന്നിട്ടുണ്ട്. നാച്ചുറലായിട്ടുള്ളതെല്ലാം നല്ലതാണ്. എനിക്കൊണ്ട് കാര്യം തന്നെ പല പ്രഭാഷണങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, നേച്ചർ ഭയങ്കര ഭീകരമായിട്ടുള്ള വിഷങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് വിഷങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ആ വിഷങ്ങളെ പറ്റി നമുക്കൊന്ന് സംസാരിക്കാം. അതിനോടൊപ്പം ഈ സിന്തറ്റിക് ആവുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു മെത്തൈൻ എന്ന് പറയുന്ന ഒരു സാധനം നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്നതും നിങ്ങൾ ലാബിൽ ഉണ്ടാക്കുന്നതും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ ഉപ്പ്, എല്ലാവർക്കും മനസ്സിലാവുന്ന സാധനം, കറി ഉപ്പ് ഞാൻ സീ വാട്ടറിൽ നിന്ന് എടുക്കുന്നതും അല്ലെങ്കിൽ നിങ്ങൾ ലാബിൽ കൃത്യമായി സിന്തസൈസ് ചെയ്ത് സോഡിയം ക്ലോറിനും ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതും തമ്മിൽ എന്തെങ്കിലും തരത്തിൽ വ്യത്യാസം ഉണ്ടോ? ഈ പ്രൊഡക്റ്റിൽ ഒരു വ്യത്യാസമില്ല എന്നുള്ളത്. പ്രോസസ്സിൽ ഓഫ് കോഴ്സ് വ്യത്യാസമുണ്ട്. ഇപ്പോൾ നേച്ചുറൽ പ്രോഡക്റ്റ് ആണെങ്കിൽ, നേച്ചർ ഉണ്ടാക്കുന്നതാണെങ്കിൽ അത് എൻസൈമാറ്റിക് റിയാക്ഷൻസ് ഒക്കെ വെച്ചിട്ടായിരിക്കും യൂഷ്വലി ഉണ്ടാകുന്നത്, ഒരു ബയോളജിക്കൽ സിസ്റ്റത്തിലാണ് ഉണ്ടാകുന്നതെങ്കിൽ. പക്ഷേ നമ്മൾ ടെസ്റ്റ് ട്യൂബിൽ സിന്തസൈസ് ചെയ്യുമ്പോൾ വേറെ മെത്തേഡ് വ്യത്യാസമാണ്. പക്ഷേ ഫൈനൽ പ്രോഡക്റ്റ് സെയിം ആയിരിക്കും. ഇപ്പോൾ വിറ്റാമിൻ സി നമ്മൾക്ക് ഐസൊലേറ്റ് ചെയ്യാം, ലെമൺ അല്ലെങ്കിൽ മറ്റ് ഫ്രൂട്ട്സിൽ നിന്നൊക്കെ ഐസൊലേറ്റ് ചെയ്യാം. അതേ വിറ്റാമിൻ സി നമ്മുടെ ലാബിൽ ഉണ്ടാക്കാം. ഇത് ഒരു അർത്ഥത്തിൽ നമ്മൾക്കത് വിവേചിച്ചറിയാൻ പറ്റില്ല. ഇത് ഇന്ന സോഴ്സിൽ നിന്നാണ്, ഇത് നാച്ചുറൽ പ്രോഡക്റ്റാണ്, ഇത് സിന്തറ്റിക് ആണെന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പലപ്പോഴും നമ്മുടെ വീഡിയോയിൽ കമൻറ്റിലൊക്കെ വരാറുണ്ട്. അത് സിന്തറ്റിക് ആണ്, നമ്മൾ പറയുന്നത് നാച്ചുറൽ വിറ്റാമിൻ സി ആണ്, സിന്തറ്റിക് വിറ്റാമിൻ സി പ്രശ്നമാണ്. ഇന്ന് വരെ ഒരാൾക്കും ഇത് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡും ഇല്ല എന്നുള്ളത്. അങ്ങനെ ഒരു മെത്തേഡ് ഇല്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ. നാച്ചുറലായിട്ട് ഉള്ള ഒരു രണ്ട് ബ്ലൈൻഡായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യണം പറയാതെ. ഇതാണ് ഈ ചാലഞ്ചാണ് ഞാൻ ആൾക്കാർക്ക് കൊടുക്കുന്നത്. ഞാൻ ഒരു സിന്തറ്റിക് മെറ്റീരിയൽ തരാം, വിറ്റാമിൻ സി, അതുപോലെ നാച്ചുറലി ഐസൊലേറ്റ് ചെയ്ത് വിറ്റാമിൻ സി, ഇത് രണ്ടും ഐഡൻറ്റിഫൈ ചെയ്താൽ ഇത് ഏതാണ് നാച്ചുറൽ ആയിട്ടുള്ളത്, 10 കോടിയല്ല എത്ര കോടി വേണമെങ്കിൽ കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ ഒരു റാൻഡം നമ്പർ ആയിരിക്കും. ഒരു എക്സാക്ട്ലി 1 out of 2 അല്ല, ഔട്ട് ഓഫ് 100 ഇന്ന് 50 നാച്ചുറലാണ്, ഇന്നത് 50 അൺനാച്ചുറലാണെന്ന് പറഞ്ഞാൽ 100 കോടിയാണ് ഇന്നത്തെ വില. മനസ്സിലായി. അപ്പോൾ കേൾക്കുന്നവർ തീർച്ചയായിട്ടും ആ ചലഞ്ച് ഏറ്റെടുക്കട്ടെ. കാന പ്രൊഫഷണൽ രംഗത്തേക്ക് വന്നതിന് ശേഷം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്ന റിസർച്ചിൽ 100 ശാസ്ത്ര പ്രബന്ധം, 100ാമത്തേതാണെന്ന് തോന്നുന്നു ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് അല്ലേ? ഇപ്പം കാരണം ഇപ്പം ഡീൽ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു സാധാരണക്കാർക്ക് അത്ര പരിചിതം അല്ലാത്തൊരു മേഖലയാണെന്ന് തോന്നുന്നു. ഈ സൂപ്രാ മോളിക്കുലർ കെമിസ്ട്രിയും അതുപോലെയുള്ള സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ എന്നാലും ഞാൻ വീണ്ടും തിരിച്ച് നമ്മുടെ കാര്യത്തെ അതിനിടയിൽ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. പുറകോട്ട് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞൊരു കാര്യം, നേച്ചറിലുള്ള വിഷം, നേച്ചർ എല്ലാം സേഫ് ആണെന്നുള്ളതാണല്ലോ. അതുകൊണ്ടാണല്ലോ സിന്തറ്റിക്കിനെ അത്ര താല്പര്യം ഇല്ലാത്തത്. നേച്ചർ സേഫും, നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന പോലെ സേഫാണ്. സിന്തറ്റിക് ഉണ്ടാക്കി വെച്ചതാണ്, മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചതാണെന്നുള്ളൊരു അമൃതാണെന്നൊക്കെ ഉള്ള തെറ്റിദ്ധാരണയുണ്ട്. അപ്പം അത് നമുക്ക് ഒന്ന് നേച്ചറിലുള്ള വിഷങ്ങളെ പറ്റിയും കൂടെ ഒന്ന് നേരത്തെ സിന്തറ്റിക് ആയിട്ടുള്ള വൈറ്റമിൻ സിയുടെ കാര്യം പറഞ്ഞു, നേച്ചറിലുള്ള വിഷാംശമുള്ള സാധനങ്ങളെ കുറിച്ചിട്ട് ഒന്ന് സംസാരിച്ചല്ലോ. എന്തുമാത്രം ശല്യമുള്ളതാണ്. അതെ, ഇഷ്ടംപോലെ വസ്തുക്കളുണ്ട്. ഏറ്റവും ഡെഡ്ലിയസ്റ്റായ പോയ്സൺ നേച്ചർ പ്രോഡക്റ്റാണ് അത് ബോട്ടുലിനിയം ടോക്സിനാണ്, സോഫാർ നോൺ. അതായത് അതിൻ്റെ ലീതൽ ഡോസ് LD50 എന്ന് പറയും. ലീതൽ ഡോസ് 50 എന്ന് പറഞ്ഞാൽ ഒരു പോപ്പുലേഷനിൽ 50% മരിക്കാൻ, ഏത് സെല്ലായാലും ഓർഗാനിസം ആയാലും വേണ്ടുന്ന അത്ര ഡോസാണ്.
LD50 ഓഫ് ഈ ബൊട്ടുലിനം ടോക്സിൻ ഈസ് 1 നാനോഗ്രാം പെർ കിലോഗ്രാം. അതായത് 1 ഗ്രാം ഉണ്ടെങ്കിൽ 1,25,00,000 ആൾക്കാരിൽ പകുതി ആൾക്കാർ മരിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് അതിൻ്റെ പകുതി എത്രയാണെന്ന് വെച്ചാൽ അതാണ് അതിൻ്റെ ലീതൽ ഡോസ്. എത്രയും പൊട്ടൻ്റായ വേറൊരു പോയ്സൺ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. പൊട്ടാഷ്യം സയനൈഡൊക്കെ അതിന് മുന്നിൽ വെറും ശിശു മാത്രമാണ്. അത് ഫ്യൂ മില്ലിഗ്രാംസ് ഉണ്ടായാൽ മാത്രമേ ആൾക്കാർ മരിക്കുള്ളൂ. പൊട്ടാഷ്യം സയനൈഡ് ഒരു സിന്തറ്റിക് പ്രോഡക്റ്റാണ്. അങ്ങനെ പല വിഷയങ്ങളുണ്ട് സിന്തറ്റിക് പ്രോഡക്റ്റ്. പക്ഷേ നേച്ചറിലില്ല. പൊട്ടാഷ്യം സയനൈഡ് എന്ന രീതിയിലില്ല. ഹൈഡ്രജൻ സയനൈഡ് ഉണ്ട്, ഹൈഡ്രോസൈനിക് ആസിഡ് എന്ന് പറയും. അത് പല നമ്മുടെ സിസ്റ്റത്തിൽ തന്നെ ഉണ്ട്, ചില പ്ലാന്റ്സിലൊക്കെ ഉണ്ട്. മരച്ചീനി അത് ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ ഹൈഡ്രോസൈനിക് ആസിഡാണ് വരുന്നത്. വേറൊരു ഇതാണ് റൈസിൻ. നമ്മൾ ആവണക്ക്, റിസിനസ് കമ്മ്യൂണിസ് എന്ന് പറഞ്ഞ ആവണക്ക് നമ്മുടെ ആയുർവേദത്തിലൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന ഓയിലാണത്. അതിലുള്ള ഒരു പ്രോട്ടീനാണ് റൈസിൻ. അത് വളരെ ഡേഞ്ചറസ് ആയ ഒരു സാധനമാണ്. അത് ഈ റൈബോസോമിനെ ഇനാക്ടിവേറ്റ് ചെയ്യുന്ന സാധനമാണ്. അതിന് ലീതൽ ഡോസ് എക്സാക്ട് നമ്പർ എനിക്ക് ഓർമ്മയില്ല. എത്രയോ ചെറിയ മൈക്രോഗ്രാം എമൗണ്ട് മാത്രമാണ് അതിൻ്റെ ലീതൽ ഡോസ്. മനസ്സിലായി. അതുപോലെ നമ്മുടെ കുന്നിക്കുരു, അബ്രിൻ എന്നുള്ളൊരു സാധനമാണ് അതിനകത്തിരിക്കുന്നത്. ഒരു കുന്നിക്കുരു കഴിച്ചാൽ ആൾക്കാർ മരിക്കും. അങ്ങനെയൊക്കെ ഒരുപാട്. ഡാച്ചുറ എന്ന് പറഞ്ഞാൽ ഉന്മത്തത്തിലൊക്കെയുള്ള സാധനം. അതിൽ സ്ട്രിക്നിൻ, കാഞ്ഞിരത്തിലുള്ള സ്ട്രിക്നിൻ, പിന്നെ ഒരുപാട് കാഞ്ഞിരത്തിൻ്റെ കയ്പ് രസമുള്ള അത് അനിമൽസിലായാലും ഉണ്ട്. ഇപ്പം ചില ഫ്രോഗിൻ്റെ തൊലിയിൽ എപ്പിബാറ്റിൻ, അതൊരു അനാൾജസിക്കായിട്ട് ഉപയോഗിക്കുന്നു. പക്ഷേ മാരകമായ വിഷമാണ്. പക്ഷേ അതൊരു ചെറിയ ഡോസിൽ നമ്മൾ അനാൾജസിക്കായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ പഫർ ഫിഷിലുള്ളതാണ് ടെട്രോഡോടോക്സിൻ. അതൊക്കെ പൊട്ടാഷ്യം സയനൈഡിൻ്റെ ഫുഗു ഫിഷിലുള്ള, ജപ്പാനിലൊക്കെ ചില സമയത്ത് ആൾക്കാർ മരിക്കും ഈ ഫുഗു ഫിഷിൻ്റെ സുഷി കഴിച്ചാൽ. അത് അതിൻ്റെ ഗട്ടിലുള്ള ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റാണത്, ബൈ പ്രോഡക്റ്റാണ്. അപ്പോൾ അത് വളരെ ഡേഞ്ചറസ് ആണ്. പൊട്ടാഷ്യം സയനൈഡ് എത്രയോ ഇരട്ടി വിഷമുള്ള സാധനങ്ങളാണ്. ഈ നമ്മൾ വീണ്ടും കെമിസ്ട്രിയുടെ ഉപയോഗങ്ങൾ പറയുമ്പോൾ ഇപ്പം പലരും ഈ പോളിസ്റ്റർ ഷർട്ട് ഇട്ടുകൊണ്ട് വന്നിരുന്നിട്ട് വളരെ എന്താ പറയുക ആർട്ടിഫിഷ്യലായിട്ടുള്ള സാധനങ്ങളെ പറ്റിയൊക്കെ ഘോര സംസാരിക്കുന്നതാണ്. അപ്പം നമ്മൾ ഇവിടുന്ന ഷർട്ട് മുതൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ കാര്യത്തിനകത്തുള്ളതാണ്. പക്ഷേ ഈ എന്താ പറയുക, ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ വീട് വയ്ക്കാൻ ഉപയോഗിക്കുന്ന പോളിത്തീൻ പൈക്ക്, നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ബാഗ്, ഇതൊക്കെ നമ്മൾ എടുക്കുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മൾ കെമിസ്ട്രി കണ്ടെത്താൻ. സിമെൻറ്റ്, അതെ, വീട് വെക്കണമെങ്കിൽ ആദ്യം സിമെൻറ്റ് വേണ്ടേ? അതെ, സിമെൻറ്റ്, സകല സാധനം, പെയിൻറ്റ്, എല്ലാം കെമിക്കലാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ എന്താ പറയുക, ഒരു കെമിസ്ട്രിയിലെ ഒരു കണ്ടുപിടുത്തം, ഈ നേരത്തെ പറഞ്ഞു എങ്ങനെയാണ് ആയുസിൻ്റെ ദൈർഘ്യം കൂട്ടിയത്. പക്ഷേ വളരെ നല്ല രീതിയിൽ എന്താ പറയുക, ഇപ്പോൾ നമ്മൾ ബയോളജിക്കലായിട്ടുള്ള സിസ്റ്റം മാത്രം ഉണ്ടാക്കാമെന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും സിന്തറ്റിക്കായിട്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കി തുടങ്ങിയല്ലോ. അപ്പോൾ ആ പ്രോസസ്സിനെ പറ്റി ഒന്ന് പറയാം. എന്നുവെച്ചാൽ അതായത് എങ്ങനെയാണ് നമ്മൾ ആ ഒരു തിരിച്ചറിവിലോട്ട് പോയത്? പ്രത്യേകിച്ച് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ കെമിസ്ട്രിയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടല്ലോ. അതെ, ആദ്യമൊക്കെ നമ്മൾ ഈ കാർബണേഷ്യസ് കോമ്പൗണ്ട്സ് ഉണ്ടല്ലോ, കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ്, അത് ഓർഗാനിസത്തിൽ നിന്ന് വരുന്നതാണ് എന്നായിരുന്നു ധാരണ. അതുകൊണ്ടാണ് ഈ കാർബൺ കോമ്പൗണ്ട്സിനൊക്കെ യൂഷ്വലി ഓർഗാനിക് കെമിക്കൽസ് എന്ന് പറയുന്നത്. ഓർഗാനിക് കെമിസ്ട്രി എന്നൊരു ശാഖ തന്നെയുണ്ട്. അപ്പോൾ അത് ഓർഗാനിസത്തിൻ്റെ എക്സ്ക്രീറ്ററി പ്രോഡക്റ്റായിട്ട് വരുന്ന സാധനങ്ങളാണ്. അല്ലെങ്കിൽ മീഥേനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അന്ന് ബാക്ടീരിയ മറ്റു ജീവജാലങ്ങളായിരുന്നു. അതുകൊണ്ടാണ് ഈ കാർബൺ കോമ്പൗണ്ട്സിന് ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ആദ്യമായിട്ട് ഇത് ചാലഞ്ച് ചെയ്തത് വോളറായിരുന്നു, ഫ്രെഡറിക് വോളർ. അദ്ദേഹം അമോണിയം സയനൈഡ്, അതൊരു ഇനോർഗാനിക് സബ്സ്റ്റൻസ് ആണ്, ഒരു സാൾട്ടാണ്. അത് ചൂടാക്കിയപ്പോൾ യൂറിയ കിട്ടി. യൂറിയ നമ്മുടെ ഒരു ബൈ പ്രോഡക്റ്റ് അല്ലേ, നമ്മൾ സാധാരണ മൂത്രത്തിലൊക്കെയുള്ള ഒരു ബൈ പ്രോഡക്റ്റാണ്, ഒരു ഓർഗാനിക് പ്രോഡക്റ്റാണ്. ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഓർഗാനിക് മെറ്റീരിയലാണത്. അതിനുശേഷം TNT, ഗ്ലൂക്കോസ്, ഇങ്ങനെ പലതും. ഇന്ന് നമ്മൾക്ക് ഏത് കോംപ്ലക്സ് മോളിക്യൂൾ വേണമെങ്കിലും ഉണ്ടാക്കാനുള്ള കഴിവുണ്ടെന്നുള്ളതാണ്. ആ ഒരു മെത്തേഡ് സ്ലോലി ഡെവലപ്പ് ചെയ്തതാണ്. ആ വോളറിൻ്റെ സമയം മുതൽ എമിൽ ഫിഷർ ഗ്ലൂക്കോസ് സിന്തസൈസ് ചെയ്തു. അതുപോലെ വുഡ്വേർഡ് വിറ്റാമിൻ B12 സിന്തസൈസ് ചെയ്തു. അങ്ങനെ മച്ച് മോർ കോംപ്ലക്സ് മെറ്റീരിയൽ നമുക്ക് ഇന്ന് ഉണ്ടാക്കാൻ പറ്റും. കീസിനൊക്കെയുള്ള ടാക്സോൾ, ആൻറ്റി ക്യാൻസർ കോമ്പൗണ്ട് ഉണ്ടാക്കി, അങ്ങനെ പല കോംപ്ലക്സ് മോളിക്യൂൾ. എന്താ പറയുക, ഈ ശംഖുപുഷ്പം അതിൽ നിന്ന് എടുക്കുന്നുണ്ട്. ശംഖുപുഷ്പമല്ല, മറ്റേ ഒരു ചുവന്ന, ശംഖുപുഷ്പം എന്തെങ്കിലുള്ള നീലയും വെള്ളയും ഉണ്ടാവാറുണ്ട്. ഇതിൻ്റെ പേര് ശകംനാറി, വിൻകാറോസിയ. അതുപോലെ എടുത്ത് ചോദിക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം കെമിസ്ട്രി സ്ലോലി മെഡിസിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ ആയുർദൈർഘ്യത്തിൻ്റെ കാര്യം പറയുമ്പോൾ കെമിസ്ട്രിയിലും കൃഷിയിലും നമ്മളുണ്ടാക്കിയ പുരോഗതിയോടൊപ്പം മെഡിസിനിലും നമ്മൾ ഒരുപാട് അസുഖം, വയറിളകി വരെ ആളുകൾ മരിച്ചുകൊണ്ടിരുന്ന ഒരു ഭൂമിയിൽ എത്രയോ പേര് വെറും വയറിളക്കം എന്ന് പറഞ്ഞാൽ നിസാരമെന്ന് നമ്മൾ കരുതുന്ന രോഗം കൊണ്ട് മരിച്ചിട്ടുണ്ട്. അപ്പോൾ ORSന് നൊബൽ സമ്മാനം പോലും കിട്ടിയിട്ടുള്ളൊരു
സംഭവമുണ്ട്. അപ്പം അങ്ങനെയുള്ളിടത്ത് നിന്ന് നമ്മൾ ഈ ആരോഗ്യരംഗം ഇത്രയും മെച്ചപ്പെടുത്താനായിട്ട് ധാരാളം മരുന്നുകൾ കണ്ടുപിടിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ മരുന്നുകളിലൊക്കെ ഇപ്പം എനിക്കറിയാവുന്ന കാന തന്നെ ഒരു മരുന്ന് ഉണ്ടാക്കുന്ന പ്രോസസ്സ് ഈസി ആക്കാനുള്ള കുറച്ച് സ്റ്റെപ്പ് എന്നാണ് അല്ലേ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വൈദ്യരംഗത്ത് അല്ലെങ്കിൽ മരുന്നിൻ്റെ ഉൽപ്പാദനത്തിനകത്ത്, മരുന്നിനെ റിഫൈൻ ചെയ്യുന്നതിനകത്ത്, ഇമ്പ്യൂരിറ്റീസ് മാറ്റുന്നതിനൊക്കെ കെമിസ്ട്രിയുടെ റോളൊന്ന് വളരെ ചുരുക്കിയെന്ന് പറയാം. തീർച്ചയായിട്ടും. ആദ്യമൊക്കെ നമ്മൾ മരുന്നിന് വേണ്ടി ആശ്രയിച്ചത് നാച്ചുറൽ പ്രോഡക്ട്സ് തന്നെയായിരുന്നു. പല പ്ലാന്റ്സും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞുള്ള ടാക്സസ് ബ്രവിഫോളിയ എന്നൊരു മരത്തിൻ്റെ തൊലിയിൽ നിന്ന് എടുക്കുന്നത്. അതുപോലെ ഫ്രോഗിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു, എപ്പിബാറ്റിഡിൻ. അങ്ങനെ പല സോഴ്സിൽ നിന്ന് മോർഫിൻ, ഫോർ എക്സാമ്പിൾ ഒപ്പിയത്തിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. മോർഫിൻ ഒരു പെയിൻ കില്ലറായിട്ട് ഉപയോഗിക്കുന്നതാണ്. മറ്റ് റീക്രിയേഷണൽ യൂസ് ഉണ്ടെങ്കിലും അതൊരു പെയിൻ കില്ലറാണ് ബേസിക്കലി. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു പ്ലാന്റ് എക്സ്ട്രാക്റ്റ് അരച്ച് എടുക്കുമ്പോൾ അതിൻ്റെ എക്സ്ട്രാക്റ്റിൽ ഏകദേശം 10 ലക്ഷത്തിൽ പരം ഡിഫറെൻറ്റ് മോളിക്യൂൾസ് ഉണ്ടാവും. അതിൽ നമുക്ക് വേണ്ടത് ഒന്ന് മാത്രമായിരിക്കും. അതിനെ പ്യൂരിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ വളരെ ഹെർക്കുലിയൻ ടാസ്ക്കാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഇന്നത്തെ കെമിസ്ട്രി, ഡ്രഗ് ഡിസ്കവറി വളരെ ഡിഫറെൻ്റ് ആണ്. ഇന്നാരും പ്ലാന്റിന് ബേസ്ഡ് ഡ്രഗ് ഡിസ്കവറി ചെയ്യാറില്ല. ഇപ്പോഴും എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, നമുക്ക് ഒരു സുഖേട് നമ്മളുടെ ഒരു ഇൻട്രസ്റ്റിംഗ് സുഖേടുണ്ടെന്ന് വെച്ചോ, അതായത് ഒരു സുഖേട് നമുക്ക് മരുന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം ഏതാണ് ഡ്രഗ് ടാർഗറ്റ് എന്ന് കണ്ടുപിടിക്കും. ആ ബയോളജിക്കൽ പ്രോസസ്സിൽ ഏത് പ്രോട്ടീനാണ് അല്ലെങ്കിൽ ഏത് എൻസൈമാണ് ഡിസ്ഫങ്ഷൻ ഓർ മാൽ ഫങ്ഷൻ ചെയ്യുന്നതെന്ന് ആദ്യം കണ്ടുപിടിക്കും. അപ്പോൾ അതാണ് ഒരു പോസിബിൾ ഡ്രഗ് ടാർഗറ്റ്, ആ ഒരു പ്രോട്ടീൻ. പിന്നെ അതിൻ്റെ സ്ട്രക്ചർ ഐഡൻറ്റിഫൈ ചെയ്യാൻ പല മെത്തേഡുണ്ട്. എക്സ്റേ വെച്ചിട്ട് ചെയ്യാം. അതുപോലെ NMR എന്നുള്ളൊരു ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ്, അതൊക്കെ ചെയ്ത് അതിൻ്റെ എക്സാക്റ്റ് സീക്വൻസ്, ഏത് സീക്വൻസ് ഏത് അമിനോ ആസിഡാണെന്ന് അത് വെച്ച് നമ്മൾ ആദ്യം ഡോക്കിംഗ് ആണ് ചെയ്യുന്നത്. വിർച്വൽ സ്ക്രീനിങ്. നമ്മൾ കോമ്പൗണ്ട് ഉണ്ടാക്കാതെ കമ്പ്യൂട്ടറിനോട് പറയുകയാണ്, ഇതൊക്കെ ഇത്രയും മില്യൺ കോമ്പൗണ്ട്സ് ഞാൻ തരുന്നു, ഈ പ്രോട്ടീൻ ഏതാണ് പ്രോപ്പർ ബൈൻഡർ, ആ ബൈൻഡിങ് പാർട്ട്ണർ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഒരു ലോക്ക് ആൻഡ് കീ പോലെ. ലോക്ക് ആൻഡ് കീ. ആ ലോക്ക് ആൻഡ് കീ അതിലുള്ള ഡയനാമിക്സും കമ്പ്യൂട്ടർ ബേസിക്കലി ഡയനാമിക്സ് ഇൻവോൾവ് ആണ്. അത് പ്രെഡിക്റ്റ് ചെയ്യും. ഒരു ലക്ഷമൊക്കെ കൊടുത്താൽ 100 കോമ്പൗണ്ട്സ്, ദീസ് ആർ പോസിബിൾ ഡ്രഗ് ലൈക്ക് മോളിക്യൂൾസ് എന്ന് പറയും. അപ്പോഴും നമുക്ക് ആ 100 എണ്ണം മാത്രമേ ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ. 100,000 ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ആ 100 എണ്ണം ഉണ്ടാക്കിയിട്ട് അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി അത് 100,000 ആക്കും. വീണ്ടും ചെറിയ ട്വീക്കിങ് ചെയ്തിട്ട്, ഇപ്പോൾ ഹൈഡ്രജനുള്ളിടത്ത് ഡ്യൂട്ടീരിയം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ക്ലോറിൻ ഉണ്ടാക്കുക, അങ്ങനെ വൈസ് വേഴ്സ. അങ്ങനെയാണ് ഇന്നത്തെ ഡ്രഗ് ഡിസ്കവറി. എന്നിട്ട് അതിനെ സ്ക്രീൻ ചെയ്തിട്ട് 100,000 സ്ക്രീൻ ചെയ്ത് ചിലപ്പോൾ നമുക്ക് 10 മോളിക്യൂൾസ് കിട്ടും. അഗെയിൻ എ ഡ്രഗ് ലീഡ്. എന്നിട്ട് വീണ്ടും അതിന് ചെറിയ മോഡിഫിക്കേഷൻ വരുത്തി വീണ്ടും അത് എൻലാർജ് ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്നതാണ് നമുക്ക് പോസിബിൾ ഡ്രഗ് ലീഡായിട്ട് എടുക്കുന്നത്. എന്നിട്ട് സാധാരണ അനിമൽസിലും, പിന്നെ പ്രീ ക്ലിനിക്കൽ ട്രയൽസ്, ദെൻ ക്ലിനിക്കൽ ട്രയൽസ്, പിന്നെ അപ്രൂവൽ. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ബ്രീഫായിട്ടുള്ളൊരു പ്രോസസ്സ്. മനസ്സിലായി. വലിയൊരു പ്രോസസ്സ് ചുരുക്കുമ്പോൾ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായി. 12 മുതൽ 15 വർഷം വരെ എടുക്കും. ഏകദേശം 15,000 കോടി ഇന്ത്യൻ റുപ്പീസ് വേണം ഒരു മരുന്ന് കണ്ടുപിടിക്കാൻ. അപ്പോൾ അതാണ് അത്രയും ചിലവുള്ള ഒരു പ്രോസസ്സ് ആകുമ്പോൾ നമുക്ക് വീണ്ടും ചോദിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ മനുഷ്യൻ്റെ ആരോഗ്യമില്ലായ്മ ഉണ്ടായി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു രോഗാവസ്ഥയിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു മരുന്ന്, ഔഷധം ഏതെങ്കിലും തരത്തിൽ ഉപയോഗിച്ചേ പറ്റുള്ളൂ. ഇപ്പോൾ കെമിസ്ട്രി ഒന്നും ഇത്രയും ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് പല സ്ഥലത്തും നാട്ടുവൈദ്യം, കാട്ടുവൈദ്യം എന്നൊക്കെ പറഞ്ഞ്, അതായത് വളരെ ചെറിയ ഒരു ഐസൊലേറ്റഡ് പോപ്പുലേഷനിൽ മാത്രം ഉണ്ടായിരുന്ന രഹസ്യ ചില കൂട്ടുകൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നേരത്തെ ഈ ആൽക്കമിയുടെ കാര്യം പറഞ്ഞതുപോലെ അന്നുണ്ടായിരുന്ന നിവൃത്തികേട് കൊണ്ട് അവർക്ക് ആപാടുള്ള ഒരു മാർഗ്ഗം ഇതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് കുറുക്കുക, അല്ലെങ്കിൽ ഇതിനെ ഡിസ്റ്റിൽ ചെയ്യുക, വാറ്റുക, ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് ഓരോ മോളിക്യൂൾ, ഈ 10 ലക്ഷത്തിൽ നിന്ന് ഒരെണ്ണത്തിനെ കണ്ടുപിടിക്കാനുള്ള ടെക്നോളജി ഉണ്ട്. അപ്പം അങ്ങനെ വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ചില ശാസ്ത്രശാഖകൾ, അല്ലെങ്കിൽ ശാസ്ത്രശാഖകൾ അവകാശപ്പെടുന്ന അവർ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടുവൈദ്യത്തിൻ്റെ കാര്യം തന്നെ എടുക്കാം. നാട്ടുവൈദ്യം ഈ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള സെക്ടറിനകത്ത് വർക്ക് ചെയ്യുന്ന ക്യാൻസറിന് മുതൽ എയ്ഡ്സിന് മുതൽ ചൊറി, ത്വക്ക് രോഗങ്ങൾക്കൊക്കെ മരുന്നുണ്ടെന്ന് അവകാശപ്പെടുന്ന കുറേ ആളുകളുണ്ട്. അവരെന്തുകൊണ്ട് ഈ പറഞ്ഞ ആധുനിക രീതിയിലേക്ക് വന്നിട്ട് അവർക്ക് ഈസി ആയിട്ടത് മോളിക്യൂൾ കണ്ടുപിടിച്ചുകൂടാ? അതോ ഇതിനകത്തുള്ള ഒരു അൺസർട്ടനിറ്റി ആണോ ഇവരെ ഡ്രൈവ് ചെയ്യുന്നത്? എന്താണ് കാനിക്ക് ഇതിനകത്ത് തോന്നുന്ന ഒരു കാര്യം? അല്ല, എനിക്ക് തോന്നുന്നത് ഇത് ഓൾറെഡി മറ്റുള്ള സ്ഥലങ്ങൾക്ക് ഇതാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു പ്ലാന്റ്, ഇവിടെയുള്ള പ്ലാന്റ്സ് ഇപ്പോൾ അമേരിക്കയിലില്ല. ഈ പ്ലാന്റിൻ്റെ എക്സ്ട്രാക്റ്റ് ഇവിടുന്ന് കയറ്റി അയക്കുന്നവരുണ്ട്. എന്തിനാണെന്നറിയോ? അവിടെ അതിന് ഐസൊലേറ്റ് ചെയ്തിട്ട് അത് റിസർച്ച് ചെയ്തിട്ട് അത് ഡ്രഗോ മറ്റ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയും അത് ചെയ്തത്. പക്ഷേ നമ്മളതിന് ഫോർ എക്സാമ്പിൾ ആ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പറയാൻ പറ്റില്ല. നമ്മളത് ഐസൊലേറ്റ് ചെയ്താൽ അത് മോഡേൺ മെഡിസിനായി, അല്ലെങ്കിൽ മെഡിസിനാണ് മോഡേൺ മെഡിസിനായി. ക്രെഡിറ്റ് ആ ചെടിക്ക് കൊടുക്കാൻ പറ്റില്ല. ചെടിക്ക് കൊടുക്കാം, ഇത് ആ സോഴ്സിൽ നിന്ന് വരുന്നതാണെന്ന് പറയാം. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പല മരുന്നുകളും അങ്ങനെയുള്ള സോഴ്സിൽ നിന്ന് വന്നതാണ്. പക്ഷേ
പ്ലാന്റ് ഒന്നിച്ച് കൊടുക്കുകയല്ല നമ്മൾ ചെയ്തിരിക്കുന്നത്. മനസ്സിലായി. അത് ഐസൊലേറ്റ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഏകദേശം മോർ ദാൻ 50% ഓഫ് ദ ഡ്രഗ്സ് ആർ പ്ലാന്റ് ഡിറൈവ്ഡ് മോളിക്യൂൾസ് ആണ്. അതിൽ നിന്ന് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് പക്ഷെ പിന്നെ സിന്തറ്റിക് ആയിട്ടുണ്ടോ? പിന്നെ സിന്തറ്റിക് വൺസ് ഇറ്റ് ഇസ് മെയ്ഡ് അതാണ് ഈസിയർ. അല്ലെങ്കിൽ ഇപ്പോൾ ടാക്സോൾ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് 25 വർഷം എടുക്കും ആ ഒരു ഹാർവെസ്റ്റിന്, അത് ആ ട്രീ വളരാൻ വേണ്ടിയിട്ട്. നമ്മൾക്ക് കിട്ടുന്നത് വളരെ ചെറിയ എമൗണ്ടാണ്. ഏകദേശം 1200 കിലോഗ്രാം ബാർക്ക് ഉണ്ടായാൽ 4 ഗ്രാം ടാക്സോളാണ് കിട്ടുന്നത്. അപ്പോൾ ലോകത്തിലെ എല്ലാ സ്ഥലത്തും ടാക്സസ് ബ്രവിഫോളിയ എന്നൊരു മരം കൾട്ടിവേറ്റ് ചെയ്യേണ്ടിയിരുന്നു. നമുക്ക് മറ്റൊന്നിന് സ്ഥലം ഉണ്ടാവില്ല. അതൊരു പോസിബിൾ 800 കോടി ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഈവൻ അപ്പോൾ നമ്മളിപ്പോഴും ചെയ്യുന്നതാണ്, ലാബിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിത് തിരിച്ചു ചോദിച്ചാൽ നമ്മൾ പണ്ട് ഗുഹയിലാണ് താമസിച്ചിരുന്നത്. ഇന്നാരും ഗുഹയിൽ താമസിക്കാറില്ല. നമ്മൾ നല്ല വീട്ടിലാണ് താമസിക്കുന്നത്. പണ്ട് അരണി കടഞ്ഞാണ് തീ ഉണ്ടാക്കിയിരുന്നത്. അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എന്തിനാണ് അന്ന് ഉപയോഗിച്ചത് ഇന്ന് ഉപയോഗിക്കുന്നുള്ള ക്വസ്റ്റ്യൻ, ഇതാണ് ചോദ്യം. അങ്ങനെയാണ് നമുക്ക് അവിടെ പോയി ഗുഹയിൽ താമസിക്കാം. അല്ല, ഈ ടാക്സോളിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് നമുക്ക് ക്യാൻസറിന് വേണ്ടി കൊടുക്കുന്ന ചില ഫ്രൂട്ട്സിൻ്റെ കാര്യം കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ തോന്നുന്നു. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ വളരെ പ്രചാരമുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. ഈ മുള്ളാത്തയും അതുപോലെ ലക്ഷ്മി തരുമൊക്കെ. കാരണം ഒരു പ്രസൻറ്റേഷൻ അതിനെപ്പറ്റി ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഈ സീതപ്പഴം അതുപോലെയുള്ളതിനകത്ത് ഇത് ആക്ച്വലി ക്യാൻസറിന് എന്തെങ്കിലും ഗുണകരമായിട്ട് ഏതെങ്കിലും മോളിക്യൂൾ ഇതിനകത്ത് നിന്ന് എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ? ഇത് കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ? വളരെ സിമ്പിളായിട്ട് കഴിക്കാം. തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് ഞാനൊരു ഇത് നടത്തിയായിരുന്നു. ഈ സാധനം സോർ സോപ്പ് എന്ന് പറയുന്ന സാധനം അന്നോണേഷ്യ ഫാമിലിയുള്ള ഒരു ചെടിയാണ്. അതാണ് സീതാപ്പഴം. നമ്മൾ ഈ കസ്റ്റാർഡ് ആപ്പിൾ എന്ന് പറയുന്നത് അന്നോണേഷ്യ മുരിക്കാട്ടയാണെന്ന് തോന്നുന്നു. ഇത് വേറൊരു അന്നോണേഷ്യ ഫാമിലിയുള്ള ചെടികളാണ്. അതുപോലെ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന അത്തച്ചക്ക എന്ന് പറയുന്ന സാധനം. ഇങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട് ഇതിലെല്ലാത്തിലും അന്നോണാസിൻ എന്നൊരു മോളിക്യൂളുണ്ട്. അത് വളരെ ഡേഞ്ചറസ് ആയ മോളിക്യൂൾ. അത് എന്തിനെ കൊല്ലുന്നത് വെച്ചാൽ നമ്മുടെ ന്യൂറോൺസിനെ കൊല്ലും. ന്യൂറോൺസിനല്ല, എസ്പെഷ്യലി മൈറ്റോകോൺട്രിയൻ ന്യൂറോൺസ്. അപ്പോൾ അവിടുത്തെ പവർ എനർജി ജനറേഷൻ സ്വിച്ച് ഓഫ് ആക്കിയാണ് ചെയ്തത്. അപ്പോൾ ബ്രെയിൻ സെല്ലൊക്കെ നശിക്കും. ഇത് സ്ഥിരമായി കഴിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് സൗത്ത് അമേരിക്കയിൽ. അവർക്കൊക്കെ പാർക്കിൻസൺ ഡിസീസ് വളരെ ഏർലി സ്റ്റേജിൽ വരും. എന്ന് പറഞ്ഞാൽ ഈ ന്യൂറോൺ സെൽസ് നശിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ നമ്മുടെ സീതാപ്പഴമോ അല്ലെങ്കിൽ കസ്റ്റർഡ് ആപ്പിളോ ഒന്ന് കഴിക്കരുത് എന്നല്ല, അതൊരു മരുന്നായിട്ട് ദിവസം കഴിച്ചാൽ മോശമാണ് എന്നുള്ളതാണ് പറയുന്നത്. നമ്മളിപ്പോൾ കഴിക്കുന്ന പലതിലും ഡേഞ്ചറസ് ആയ മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ ഡോസാണ് അത്, ഫ്രീക്വൻസി ആൻഡ് ഡോസ്. അപ്പോൾ സീതാപ്പഴം കഴിക്കുന്നതിൽ പ്രശ്നമില്ല. അല്ലെങ്കിൽ സോർ സോപ്പ് എന്ന് ഈ പറയുന്ന എന്താ അതിൻ്റെ പേര് മലയാളത്തിൽ മുള്ളാത്ത ഒരിക്കലും 2 പ്രാവശ്യം കഴിക്കുന്നില്ല, പ്രശ്നമില്ല. അത് ഒരു മരുന്നാണെന്ന് വിചാരിച്ചാരും കഴിക്കരുത്. പഴമായി കഴിക്കാം, മരുന്നായി കഴിക്കരുത്. ലക്ഷ്മി തരു എന്ന് പറഞ്ഞത് അവിടെ തീപ്പെട്ടി ഉണ്ടാക്കുന്ന മരം ആയിരുന്നു. അത് ഇവിടെ വന്നിട്ട് വലിയ പേരൊക്കെ വന്ന് ലക്ഷ്മി എന്നുള്ള പേരൊക്കെ വന്നുകൊണ്ട് എല്ലാ സ്ഥലത്തും ആൾക്കാർ നട്ടുപിടിപ്പിച്ച ഒരു വേസ്റ്റായൊരു മരമാണ്. തീപ്പെട്ടി ഉണ്ടാക്കാൻ കൊള്ളാം. നമ്മൾ വൈദ്യ രംഗത്തെ കാര്യങ്ങളൊക്കെ പറ്റി ഓൾറെഡി സംസാരിച്ചു. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ നമ്മുടെ ഭക്ഷണം എന്ന് പറയുന്നത്. പലരും ഭക്ഷണവും മരുന്നും കൺഫ്യൂസ് ചെയ്യുന്നത് പോലും നമുക്ക് കാണാം. കാര്യം ഇത് ഈ വീട്ടിലുള്ള ഹോം റെമഡീസ് അല്ലെങ്കിൽ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നന്നാവും, അതിൻ്റെ കൂട്ടത്തിൽ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ലക്ഷ്മി തരുവൊക്കെ അങ്ങനെ ഒരു വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാൻസർ ചികിത്സ എന്നുള്ള രീതിയിലാണ് പ്രചാരം നേടിയത്. പക്ഷെ നമ്മൾ ഡെയിലി കഴിക്കുന്ന അരി ആഹാരം പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കൃഷിയിൽ നിന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ, ഈ ഓർഗാനിക് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ അതായത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്ലാഷ് ആൻഡ് ബേൺ ചെയ്യുകയോ അല്ലെങ്കിൽ പല ജീവികളുടെ വിസർജ്യം കൊണ്ടിടുകയോ ഒക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് മാറിയിട്ട് ഭക്ഷ്യക്ഷാമമൊക്കെ കാരണം നമ്മൾ ഈ സിന്തറ്റിക് ആയിട്ടുള്ള രാസവളങ്ങളിലേക്കും കീടനാശിനിയിലേക്കും മാറി. അത് കാരണമാണ് മനുഷ്യൻ എല്ലാ രോഗങ്ങളും വരുന്നതെന്നാണ് ഇപ്പോഴത്തെ ഒരു പൊതുവേ ഉള്ളൊരു നറേറ്റീവ്. എന്താണ് കാനയുടെ അഭിപ്രായം? അല്ലെങ്കിൽ അത് കാരണം നമ്മൾ എന്തെങ്കിലും ഗുണകരമായിട്ടുള്ള മുന്നേറ്റത്തിലേക്ക് പോയിട്ടുണ്ടോ? എന്താണ് ഗുണകരമായിട്ടുള്ള മുന്നേറ്റമാണ് നമ്മുടെ ഇന്നത്തെ ജനസംഖ്യയും ഇന്നത്തെ ആയുർദൈർഘ്യം. ഈ 1909 മുന്നേ ലോകത്തിലെ എല്ലാ സ്ഥലത്തും ഓർഗാനിക് ഫാമിംഗ് ആയിരുന്നു. അന്ന് വരെ ഫെർട്ടിലൈസർ കണ്ടുപിടിച്ചിട്ടില്ല. ഫെർട്ടിലൈസർ കണ്ടുപിടിക്കാനുള്ള റിയാക്ഷൻ, അതായത് അമോണിയ സിന്തസിസ്, ഹേബർ ബോഷ് പ്രോസസ് എന്ന് പറയും. അമോണിയ നൈട്രജനും ഹൈഡ്രജനും ചേർത്ത് ഒരു കാറ്റലിസ്റ്റും വെച്ച് അമോണിയ ഉണ്ടാക്കാം എന്നുള്ള ആ ഒരു പ്രോസസ്സ് വന്നതിന് ശേഷമാണ് അമോണിയ വെച്ചിട്ടുള്ള കുറേ ഫെർട്ടിലൈസേഴ്സ് വന്നത്. യൂറിയ, അമോണിയം സൾഫേറ്റ്, അമോണിയം ഫോസ്ഫേറ്റ്, അങ്ങനെ പല ഫെർട്ടിലൈസർ വന്നത്. ആ ഫെർട്ടിലൈസർ യൂസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ് നമ്മുടെ ഈൽഡിൽ നിന്നുണ്ടായത്.
ഇത്രയും ആൾക്കാരെ തീറ്റിപ്പറ്റാനുള്ള ഫുഡ് ഉണ്ടായത്. ഏകദേശം റൈസിൻ്റെയും വീറ്റിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ ഒരു 8 to 10 times കൂടിയിട്ടുണ്ട് ലോകത്തിലെല്ലാ സ്ഥലത്തും. ക്രമാതീതമായി നമ്മുടെ ജനസംഖ്യയും ഇപ്പോൾ കൂടിയിട്ടുണ്ട്, ഏകദേശം 8 times. ഇന്ന് ഒരു കണക്കുണ്ടായിരുന്നു, ഇപ്പോൾ ലൈഫ് ഇതില്ലാന്ന് വെച്ചോ, ഇപ്പോൾ എല്ലാവരും ഓർഗാനിക് ഫുഡാണ് കഴിക്കുന്നതെങ്കിൽ ഇന്ന് ഏകദേശം 2 ബില്യൺ, ഒരു 2.5 ബില്യൺ ആൾക്കാർ മാത്രമേ ഈ ഭൂമിയിൽ ഉണ്ടാവുള്ളൂ. അത്ര മാത്രമേ ഈ റെഗുലർ ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുന്ന ഫാമിംഗ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇനി അതിന് മോശം എന്തുണ്ടോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. അങ്ങനെ യാതൊരു മോശമില്ല. എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സയൻസിൻ്റെ അഡ്വാൻസ്, എസ്പെഷ്യലി കെമിസ്ട്രിയുടെ അഡ്വാൻസ്മെൻറ്റ് കൊണ്ട് നമ്മൾക്ക് ലൈഫ് കൂട്ടിക്കിട്ടാൻ തുടങ്ങി, ലൈഫ് ആയുർദൈർഘ്യം. അപ്പോൾ ഈ ഉദാഹരണത്തിന് ക്യാൻസർ വരുന്നത് 60% ഓഫ് ദ ക്യാൻസർ ആർ ഫോർ പേഴ്സൺ എബോവ് 60. 70 എബോവ് ആകുമ്പോൾ ക്യാൻസർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. 80+ ആകുമ്പോൾ ക്യാൻസർ വരാനുള്ള ചാൻസ് അതിലും കൂടുതലാണ്. അപ്പോൾ ഏജ് റിലേറ്റഡ്, ഇപ്പോൾ പാർക്കിൻസൺ ഡിസീസ് അല്ലെങ്കിൽ മെമ്മറി ലോസ്, അൾഷൈമേഴ്സ് ഡിസീസ്, ഇതൊക്കെ പുതിയ ഡിസീസാണെന്നാണ് ആൾക്കാരുടെ ധാരണ. അങ്ങനെയല്ല, നമ്മൾ ഇത് കാണാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി അങ്ങനെ പോകുന്നു, എല്ലാവർക്കും നല്ല ആയുസ് വരുന്നു, അപ്പോൾ ഏജ് റിലേറ്റഡ് ഡിസീസ് കാണുന്നു എന്നുള്ളതാണ്. ഇതും ഫെർട്ടിലൈസർ യൂസേജും ഇങ്ങനെയുള്ള ഡിസീസും തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല എന്നുള്ളതാണ് സത്യം. വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ മനുഷ്യൻ ഇത്രയും ഡെവലപ്ഡ് ആവുന്നത് കൊണ്ട് തന്നെ ട്രാൻസ്പോർട്ടേഷൻ, നമ്മൾ ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യുന്നു, ചിലപ്പോൾ അത് കടലിൽ പെട്ടു പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പല സ്ഥലത്തായിട്ട് നിക്ഷേപിക്കേണ്ടി വരുന്നു. വേറെ നിവൃത്തിയില്ല. കാര്യം ഇതുപോലെയുള്ള നമ്മൾ പല കാര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനെ തിരിച്ച്, ഇപ്പോഴാണെങ്കിൽ പറയാം, ഈ ഇലക്ട്രിക് വെഹിക്കിൾസൊക്കെ വരുമ്പോൾ അതിൻ്റെ ബാറ്ററീസ്, ഇലക്ട്രോണിക് വേസ്റ്റ് എന്ത് ചെയ്യുന്നൊക്കെ ഉള്ള ഇതിനൊക്കെ കെമിസ്ട്രിക്ക്. ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് കേട്ടായിരുന്നു, ഈ ഓയിൽ സ്പിൽസ് മാറ്റാനായിട്ട് ബാക്ടീരിയ അതിനെ ഡെവലപ്പ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ചില ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് വെച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓയിൽ സ്പില്ലൊക്കെ എടുത്ത് മാറ്റാം. അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിനെ മെറ്റബലൈസ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും സിന്തറ്റിക് ആയിട്ടുള്ള ജീവികൾ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്തിട്ടുള്ള ജീവികൾ ഉപയോഗിക്കാം. കെമിസ്ട്രിക്ക് അതിനെന്തെങ്കിലും സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ? അതെ, ഈ ഓയിൽ സ്പില്ല് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓയിൽ സ്പില്ല് അല്ലെങ്കിൽ ഈവൻ പ്ലാസ്റ്റിക് സ്റ്റാർട്ട് ചെയ്താൽ തന്നെ പ്ലാസ്റ്റിക് ഡിഗ്രേഡിങ് ബാക്ടീരിയാസ് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസം ലാബ് സ്കെയിലിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കാർബൺ ബോണ്ട് ഡിഫിക്കൽട്ട് ബ്രേക്കാണ്. ഇപ്പം നമ്മുടെ ഷുഗറിനൊക്കെ ഉള്ള ബോണ്ട് കാർബൺ ഓക്സിജൻ ബോണ്ടാണ്, അല്ലെങ്കിൽ പെപ്റ്റൈഡ്സ് അമിനോ ആസിഡ് വെച്ചുള്ള ബോണ്ട് കാർബൺ നൈട്രജൻ ബോണ്ടാണ്. അതൊക്കെ ഈസിലി ക്ലീവബിൾ ബോണ്ട്സ് ആണ്. പക്ഷേ കാർബൺ ബോണ്ടാണ് നമ്മുടെ പോളിമേഴ്സിലുള്ളത്, പോളിത്തലിനും അല്ലെങ്കിൽ പോളിസ്റ്റർ. അതിന് ക്ലീവ് ചെയ്യാൻ നമ്മുടെ ബയോളജിക്കൽ സിസ്റ്റത്തിന് ആവില്ലായിരുന്നു അൺടിൽ റീസെൻ്റ്ലി. ചില ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് ക്യാൻ ഡു ദിസ് നൗ. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു കൺട്രോൾഡ് അറ്റ്മോസ്ഫിയറിൽ വളർത്തിയ ആ ബാക്ടീരിയയെ നമുക്ക് കടലിലിടാൻ പറ്റില്ല. ഇത്രയും സലൈനായ ഒരു കടലിൽ അതിട്ടാൽ ഒന്നാമത് അത് ചത്തുപോകും, രണ്ടാമത് നമ്മൾ സ്കെയിലാണ് ആലോചിക്കുന്നത്. ഇത് ഒരു ഓയിൽ സ്പില്ലോ അല്ലെങ്കിൽ മൈക്രോ പ്ലാസ്റ്റിക്കാണ് നമ്മൾ ഡീൽ ചെയ്യുന്നതെങ്കിൽ കടലിൽ എല്ലാ സ്ഥലത്തുള്ള സ്ഥലത്താണത്. അത് ലോകത്തിലെല്ലാ സ്ഥലത്തും വ്യാപിച്ച് കിടക്കുന്നതാണ് മൈക്രോ പ്ലാസ്റ്റിക്കും നാനോ പ്ലാസ്റ്റിക്കും, കടലിനകത്തും മറ്റു ജലാശയങ്ങളിലും. അപ്പോൾ എല്ലാ സ്ഥലത്തും ഈ ബാക്ടീരിയയെ കൊണ്ട് വളർത്തുക എന്നുള്ളത് പ്രാക്ടിക്കലി ഫീസിബിൾ അല്ല. അപ്പോൾ പോസിബിൾ സൊല്യൂഷൻ കെമിസ്ട്രിയിലും നമുക്ക് ഒരു പെർഫെക്റ്റ് സൊല്യൂഷനൊന്നും ഇതുവരെ എത്തിയിട്ടില്ല. പോസിബിൾ സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കറൻ്റ്ലി എന്താണ് ചെയ്യുന്നത്, ഇപ്പോൾ ഓയിൽ സ്പില്ലൊക്കെ വന്നാൽ അത് തീ എടുത്ത് കത്തിച്ച് കളയുക എന്നുള്ളതാണ്. പക്ഷേ എന്നാലും ഇതിലൊക്കെ ഈ ക്രൂഡ് ഓയിലൊക്കെ വരുമ്പോൾ അതിൽ ഒരുപാട് ഹെവി മെറ്റൽസും കൂടി വരും, അടിയിൽ നിന്ന് വരുന്നതാണല്ലോ. വോൾക്കാനിക് എറപ്ഷൻ പോലെയുള്ള സാധനങ്ങൾ ഇത്രയും ഭൂമിയുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ആ സാധനങ്ങളൊന്നും കത്തിച്ചാൽ പോവാത്ത സാധനങ്ങളാണ്. ഇപ്പോൾ മെർക്കുറി, ആഴ്സനിക്, അതൊക്കെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് വരും ത്രൂ ഫിഷ് ഓർ മറ്റ് സീ ഓർഗാനിസം. അപ്പോൾ അതൊരു സൊല്യൂഷൻ. ഐഡിയൽ സൊല്യൂഷൻ അത് നമുക്ക് റിക്കവർ ചെയ്യാം. പിന്നെ കത്തിച്ച് കളയുന്നത് പൈസയാണ്. ഇപ്പോൾ ഗ്ലോബൽ വാർമിംഗ് ഫയർ ഉണ്ടാക്കുക. പിന്നെ എണ്ണ കത്തിച്ച് കളയുന്നതും പൈസ കത്തിക്കുന്നതും ഈക്വലൻ്റ് ആണ്. അപ്പോൾ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് വി ഷുഡ് ഹാവ് സം മെറ്റീരിയൽ. അതിൽ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ഉണ്ടാവണം. ആ മെറ്റീരിയൽ ഇതിനെ വലിച്ചെടുക്കണം, എന്നിട്ട് അത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റണം. അങ്ങനെയുള്ളൊരു മെറ്റീരിയൽ ഇപ്പോൾ എൻ്റെ ലാബിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അതും സ്കെയിലബിലിറ്റി ഒരു ഇഷ്യൂ ആണ്. നമ്മളിപ്പോൾ ഒരു ഫുട്ബോൾ സൈസിലുള്ള മെറ്റീരിയൽ എടുത്താൽ ആ ഫുട്ബോൾ സൈസിൻ്റെ 4 ലിറ്ററാണ് അതിൻ്റെ വ്യാപ്തമെങ്കിൽ അതിൻ്റെ ഒരു 60% മാത്രമേ നമുക്ക് അതിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പോൾ അത്രയും അതായത് നമ്മൾ തറയുന്ന സ്പോഞ്ച് വെച്ച് തറ ഉടച്ച് ബേസിക്കലി സ്പോഞ്ച് എന്ന് പറയാം. സ്പോഞ്ച് എന്ന് മാത്രമല്ല, അത് അതിനകത്ത് കയറി അത് ജെല്ലിഫൈ ചെയ്യും. അത് താഴോട്ട് വീഴില്ല, ഗ്രാവിറ്റിയായി താഴോട്ട് വീഴില്ല, ഔട്ട് ഓഫ് ഗ്രാവിറ്റി വീഴില്ല. അങ്ങനെയുള്ളൊരു മെറ്റീരിയൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മൾ റിസർച്ച് ചെയ്ത ശേഷം കുറേ ആൾക്കാർ അതിൻ്റെ ഇത് പിടിച്ചുകൊണ്ട് പിന്നെയും ഉണ്ടാക്കിയിട്ടുണ്ട് ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നും. പക്ഷേ നമുക്ക് അത്രയും മെറ്റീരിയൽ ആവശ്യമാണ് ഇത് എടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ബോട്ടം ലൈൻ ഇതാണ്: നമ്മൾക്ക് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഉണ്ടായാലും അതിൻ്റെ 60% നമുക്ക് അവൈലബിൾ വോളിയം ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് ആസ് ഓഫ് നൗ. അത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. വേറൊരു റിസർച്ചിനെ പറ്റി കേട്ടത് ഇടയ്ക്ക് വളരെ സ്ട്രെങ്ത് ഉള്ള ഒരു സാധനം ഉണ്ടാക്കിയിരുന്നു. നമുക്ക് മറ്റേ ഈ കെവ്ലാറിനെക്കാളും സ്റ്റീലിനെക്കാളും ഒക്കെ ഭയങ്കര നേച്ചറിൽ നമ്മളെപ്പോഴും പറയും ഈ ചിലന്തി വലയാണ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സാധനം. ഇതെന്താണ് ആ സാധനം, അതിനെ പറ്റി ഒന്ന് പറയാം? അതെ, അത് ചിലന്തി വല വെച്ചിട്ട് തന്നെ തുടങ്ങും. ചിലന്തി വലയിലുള്ളത് ഒരു പ്രോട്ടീനാണ്, ബേസിക്കലി ഒരു സിൽക്കാണ്, സ്പൈഡർ സിൽക്ക് എന്ന്. ആ പ്രോട്ടീനിലുള്ള ഒരു മിക്സർ ഓഫ് പ്രോട്ടീൻസാണ്. അതിലുള്ള ഒരു സീക്വൻസ് ഉണ്ട്. അപ്പോൾ ഗ്ലൈസിൻ ആണ് കൂടുതൽ അതിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗ്ലൈസിനാണ് അതിൽ ഈ ചിലന്തി വലയിലുള്ളത്. അതിൻ്റെ സ്ട്രക്ചർ നോക്കിയിട്ടാണ് നമ്മൾ കെവ്ലാർ ഉണ്ടാക്കിയത്. സിമിലർ സ്ട്രക്ചറാണ്, ബുള്ളറ്റ് പ്രൂഫ് മെറ്റീരിയൽ. ഇപ്പോൾ നമ്മുടെ റിസർച്ചിൽ ചെയ്യുന്നത് വേറൊരു മെറ്റീരിയലുണ്ട് നമ്മുടെ ബോഡിയിലൊക്കെ ഉള്ള കൊളാജൻ. അതിൻ്റെ പേരാണ് ബയോളജിക്കൽ സ്റ്റീൽ എന്ന്. അത്രയും സ്ട്രോങ് ആയ ഒരു മെറ്റീരിയലാണ് കൊളാജൻ. സ്കിന്നിലൊക്കെ ഉള്ളത് സ്കിന്നിലുള്ളത്. ഇപ്പോൾ ബോണിലുള്ളതും അതാണ്. ഇപ്പോൾ ഒരു ഉറുമ്പിന് അതിൻ്റെ വെയിറ്റിൻ്റെ 5000 ഇരട്ടി വെയിറ്റ് എടുത്ത് കൊണ്ടുപോകാൻ പറ്റും. എൻ്റെ എക്സോസ്കെൽറ്റൻ, അതിൻ്റെ കാലിലുള്ള കൊളാജനാണ് അതിൻ്റെ സംഗതി. അത്രയും സ്ട്രോങ് ആയ മെറ്റീരിയൽ. അതുകൊണ്ടാണ് അതിന് ബയോളജിക്കൽ സ്റ്റീൽ എന്ന് പറയുന്നത്. നമ്മളെന്താണെന്ന് ചോദിച്ചാൽ അതിന് സാധാരണ ഒരു സീക്വൻസ് റിപ്പീറ്റിംഗ് ആണ്. അതായത് 3 അമിനോ ആസിഡ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഗ്ലൈസിൻ, പ്രോലിൻ ഓർ എനി അതർ അമിനോ ആസിഡ്. അത് 3 അമിനോ ആസിഡ് അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു പോളിമറാണ് ഈ കൊളാജൻ. നമ്മളെന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഈ സീക്വൻസ് എടുത്തു, ഗ്ലൈസിൻ, പ്രോലിൻ, പിന്നെ എനി അതർ അമിനോ ആസിഡ്. അത് വെച്ചൊരു മോണോമർ ഉണ്ടാക്കി. എന്നിട്ട് ലാബിൽ സിന്തസൈസ് ചെയ്തു, ടെസ്റ്റ് ട്യൂബിൽ വെച്ച് വലിയ പോളിമർ ഉണ്ടാക്കി. എന്നിട്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ ഏകദേശം ഒരു നല്ല പ്രോപ്പർട്ടിയാണ് കണ്ടത്. അതായത് ഇതിന് ഒരു 10 മില്ലിഗ്രാമുള്ള ഒരു ചെറിയൊരു ക്രിസ്റ്റൽ എടുത്താൽ ഈ മെറ്റീരിയലിൻ്റെ അതിന് 15.5 കിലോഗ്രാം അത് താങ്ങാൻ പറ്റും. അത് 1.55 മില്യൺ ടൈംസ് ആണ്. അത് റെക്കോർഡാണ്. എന്നിട്ടും അത് പൊട്ടില്ല, അത് ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്യും. അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലും മെറ്റീരിയൽ ഉണ്ടാക്കണം. ഈ ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഇത് വെച്ച് നമ്മൾക്ക് ബോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കാം. ഇപ്പോൾ ഹൈഡ്രോക്സി അപ്പറ്റൈറ്റ്, കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ്, അതാണ് നമ്മുടെ ബോണിലുള്ളത്. നമ്മുടെ ബോൺ ബേസിക്കലി കൊളാജൻ്റെ മെഷ്, കൊളാജൻ എന്ന പ്രോട്ടീൻ്റെ മെഷ്, അതിൻ്റെ വല, അതിനിടയിൽ ഈ ക്രിസ്റ്റൽസ് ഓഫ് കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ്, സിമ്പിളായിട്ട് പറഞ്ഞാൽ. മനസ്സിലായി. അത് പിന്നെ നമുക്ക് ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കിയാൽ നമുക്ക് ബോൺ റീപ്ലേസ്മെൻ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാര്യത്തിൽ. ഇതിൻ്റെ ടോക്സിസിറ്റി ഒക്കെ പഠിക്കണം. ഇത് നാച്ചുറൽ ഡിറൈവ്ഡ് പ്രോഡക്റ്റ് ആണെങ്കിലും നമ്മൾ എന്ത് ചെറിയ മാറ്റങ്ങൾ വരുത്തുമ്പോഴും അതിൻ്റെ ടോക്സിസിറ്റി ഒക്കെ പഠിച്ചിട്ട് നമുക്ക് സിസ്റ്റത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ നമ്മൾ സംസാരിച്ചൊരു കാര്യമുണ്ടല്ലോ, നാച്ചുറലായിട്ടൊരു മെറ്റീരിയൽ. ഇപ്പോൾ ഉപ്പിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, കടൽ വെള്ളത്തിനെ നമുക്ക് ഇവാപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാക്കാം, അല്ലെങ്കിൽ ലാബിനകത്ത് ഉണ്ടാക്കാം. 2 രീതിയാണെന്ന് പറയുന്നത്. ആ പ്രോസസ്സ് സിമ്പിളായിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താ പറയുക, എനർജി വളരെ കുറച്ച് ചിലവാക്കുന്നത് നാച്ചുറലായിട്ടുള്ള രീതിയിലാണോ അത് സിന്തറ്റിക് ആയിട്ട് ഉണ്ടാക്കുമ്പോഴാണ്? അത് ഡിപ്പെൻസ് ഒക്കെ. ഇപ്പോൾ ഈ ഒരു ഓർഗാനിസത്തിന് സോഡിയം ക്ലോറൈഡ് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ലെങ്തി പ്രോസസ്സ് ചെയ്യും, പല എൻസൈംസും വേണ്ടി വരും അതിന്. പക്ഷേ സിന്തറ്റിക്കലി ഉണ്ടാക്കണമെങ്കിൽ വളരെ ഈസിയാണ്. നമുക്ക് സോഡിയം ക്ലോറൈഡ് ഉണ്ടാക്കണമെങ്കിൽ, സോഡിയം ക്ലോറൈഡ് എൻസൈം ഉണ്ടാക്കാറില്ല, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു തന്നു. സോഡിയം ക്ലോറൈഡ് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ സോഡിയം ക്ലോറൈഡ് മിക്സ് ചെയ്ത സോഡിയം ക്ലോറൈഡ് കിട്ടും, സിമ്പിളാണ്. മനസ്സിലായി. അപ്പം എല്ലാത്തിലും അങ്ങനെ പറയാനും പറ്റില്ല. ഉദാഹരണത്തിന് ചില ബയോളജിക്കൽ പ്രോസസ്സ് വളരെ സിമ്പിൾ ആവാനും ചാൻസ് ഉണ്ട്. അത് അത്രയും ഇപ്പോൾ നമ്മൾ ഈ കെമിസ്ട്രിയിൽ പറയുമ്പോൾ ലാർജ് കോംപ്ലക്സ് മോളിക്യൂൾസൊക്കെ ഒരുപാട് കൈറൽ സെൻറ്റേഴ്സ് ഉണ്ടാവും. കൈറൽ സെൻറ്റേഴ്സ്, ഓരോ കൈറൽ സെൻറ്ററും കെമിസ്ട്രി വെച്ച് അത് ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. ഇമ്പോസിബിൾ ടാസ്ക് അല്ല, ഡിഫിക്കൽട്ട് ടാസ്ക്. അപ്പോൾ ഒരു 40 സ്റ്റെപ്പ് 50 സ്റ്റെപ്പൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഈ സിന്തസൈസ് ചെയ്യുന്നത്. പക്ഷേ നേച്ചറിന് ഇത് വളരെ ഈസിയാണ്, നേച്ചർ എൻസൈംസ് വെച്ചിട്ടായതുകൊണ്ട്. അപ്പോൾ അത് പറയാൻ പറ്റില്ല, ഒരു ഡിപ്പെൻസ് എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. നേരത്തെ സംസാരിച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ച് പോയതാണ് ഈ രാസവളങ്ങളോടൊപ്പം കീടനാശിനികളുടെ കാര്യം. ഇപ്പോൾ ഒരുപാട് കീടനാശിനികൾ, ഇപ്പോൾ മോണോക്രോപ്പിംഗ് എന്ന് പറയുന്ന എല്ലാം നമ്മൾ ഒരേപോലത്തെ വിള നട്ടുപിടിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ പരാതങ്ങൾ അല്ലെങ്കിൽ അതിനെ ഫീഡ് ചെയ്യുന്ന ഓർഗാനിസംസ് വരും. അതിപ്പോൾ നമ്മൾ ഈ ചെറിയ ജീവികളൊക്കെ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ബട്ടർഫ്ലൈ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരു കാറ്റർപില്ലറിന് ഒരു ചെടി എന്നുള്ളതായിരിക്കും. അപ്പം ഒരുമിച്ച് ഒരേ തരം ക്രോപ്പ് വയ്ക്കുമ്പോൾ
എല്ലാം കൂടെ ഒരുമിച്ച് ഒരിടത്ത് വന്ന് നമ്മൾ എന്തായാലും അവന്മാരെ തട്ടിയേ പറ്റുള്ളൂ. അപ്പോൾ കീടനാശിനി ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ പൊതുവേ ഈ ഓർഗാനിക് കൃഷിയിലാണെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുകയില കഷായമാണ്. കൂടുതൽ കാണുന്ന ഒരു കാര്യം പുകയില കഷായമാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു നമുക്ക് എന്താണ് ഇന്നിപ്പോൾ പച്ച ലേബലൊക്കെ ഉള്ള വളരെ കീടങ്ങൾക്ക് ലീതലാണ്, എന്നാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനം കിട്ടും. അപ്പോൾ ഇതിലേതാണ് ബെറ്റർ എന്ത് തോന്നുന്നു? ശരിക്കും ആ പച്ച ലേബലുള്ള ഇൻസെക്ടിസൈഡ് ആയിരിക്കും ബെറ്റർ. അതിൻ്റെ എഫിഷ്യൻസി കൂടുതലാണ്. മറ്റത് അതിൻ്റെ എഫിഷ്യൻസി കുറവാണ്. പിന്നെ ഇതെന്തുകൊണ്ടാണ് മറ്റത് പ്രിഫർ ചെയ്യുന്നതിന് യാതൊരു അർത്ഥമില്ലാത്തൊരു കാര്യമാണ്. അതിലും കെമിക്കൽസാണുള്ളത്. പുകയില കഷായത്തിലും പുകയിലയിൽ ഇപ്പോൾ പുകയിലയുടെ സ്മോക്കിൽ തന്നെ ഏകദേശം 400-ൽ പരം കാർസിനോജനിക്കായ മെറ്റീരിയൽസ് ഉണ്ട്, ക്യാൻസർ ഉണ്ടാക്കുന്ന മെറ്റീരിയൽസ് ഒരു പഫ് ഓഫ് സ്മോക്കിൽ. അപ്പോൾ ഇത് സെയിം പുകയിലയാണ്. പുകയില ഇത് കത്തിക്കലായിരുന്നു, ഇത് ഡിക്കോക്ഷൻ ഉണ്ടാക്കുകയാണ്. സോപ്പും ഇതൊക്കെ വെച്ചിട്ട് ഡിക്കോക്ഷൻ ഉണ്ട്. അതിൽ ആ മെറ്റീരിയൽസൊക്കെ ഉണ്ട്. അതും കെമിക്കൽസ് തന്നെയാണ്, നാച്ചുറൽ പ്രോഡക്റ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഒരു സിമ്പിൾ കെമിക്കലായിരിക്കും, ഒരു സിംഗിൾ കെമിക്കലായിരിക്കും, മേ ബി മാക്സിമം 2. അത് കൃത്യമായ ഡോസ് നമ്മൾക്കറിയാം. പക്ഷേ പുകയിലയിൽ സിയാറിൻ്റെ വിളപ്പിൽ വളർത്തിയ പുകയിലയിലും സുരേഷിൻ്റെ വിളപ്പിൽ വളർത്തിയ പുകയിലയിലും ഉണ്ടാവുന്ന കെമിക്കലിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻസ് ഡിഫറെൻ്റ് ആയിരിക്കും, എമൗണ്ട് ഡിഫറെൻ്റ് ആയിരിക്കും, എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അതിൽ യാതൊരു കൺട്രോൾ ഇല്ലാത്തൊരു പരിപാടിയാണ്. പക്ഷേ അത് ചെയ്യുന്നവരുണ്ട്, പക്ഷേ എഫിഷ്യൻ്റ് അല്ല എന്നാണ് പറയുന്നത്. എനിക്കൊരു 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമാണെന്ന് തോന്നുന്നു വളരെയധികം ഈ സയൻസിനോട് പൊതുവേയും പ്രത്യേകിച്ച് കെമിക്കലുകളോട് ആളുകൾക്ക് വല്ലാണ്ടൊരു ഭീതി ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ പലപ്പോഴും ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടുവരുന്ന ഒരു പുതിയ ഒരു ട്രെൻഡ് കാണുന്നുണ്ട്. അതായത് നമ്മുടെ ആഹാര സാധനമോ ഏതെങ്കിലും ഒരു സാധനം എടുത്തുകൊണ്ട് വന്നിട്ട് ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻസ് അളന്ന് കാണിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. അതായത് ഒരു ഏതെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം ഇപ്പോൾ കടയിൽ നിന്ന് പാക്കറ്റിൽ കിട്ടുന്ന ഏതൊരു സാധനം എടുത്തിട്ട് ഇത്ര ഷുഗറുണ്ട്, ഇത്ര ഇതുണ്ട്, ഓരോ കപ്പിലെടുത്ത് വെച്ചിട്ട് ഇതാണ് നിങ്ങൾ കഴിക്കുന്നത്, അല്ലെങ്കിൽ ഇതാണ് ഇപ്പോൾ ഇല്ലെങ്കിൽ ഇപ്പോൾ ചില എമൽസിഫയേഴ്സിനൊക്കെ ഒരു പ്രത്യേക ലേബലോ പേരോ ഒക്കെ കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത് ഈ 2985 295 ഞാൻ ചുമ്മാ പറഞ്ഞാണ്, അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ വായിച്ച് ചിലതൊക്കെ എടുത്ത് നോക്കുമ്പോൾ അയ്യോ ഇത് കഞ്ഞിവെള്ളമാണല്ലോ അല്ലെങ്കിൽ ഇത് ഉപ്പാണല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഇതൊന്നും നോക്കാതെ ഇങ്ങനെ പറഞ്ഞു കണ്ടോ ഇതാണ് നിങ്ങൾ എന്നും കഴിക്കുന്നതെന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട്. ഈ രാസഭീതി മാറ്റാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്താണ് ഈ സംഭവം? നമ്മൾ ഒരുപാട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല ആൾക്കാരും. ഇത് വളരെ കറക്റ്റാണ്. ഈ ഇങ്ങനെയുള്ള ഈ ലേബലിൽ E150 എന്നൊക്കെ പറഞ്ഞാൽ അത് നാച്ചുറൽ പ്രോഡക്റ്റാണ്. അത് ജസ്റ്റ് ഒരു അഡിറ്റീവാണ്. അത് ഒരു എന്താ പറയുക കൺവെൻഷനാണ് ആ ഒരു ഫുഡ് പ്രോഡക്ട്സിൽ. അത് അത്ര മാത്രമേ ഉള്ളൂ. അതുപോലെ ഡൈഹൈഡ്രജൻ മോണോക്സൈഡ് എന്ന് വെള്ളത്തിന് പറയുന്നത് പോലെയാണ്. നമ്മൾ കെമിക്കലല്ലാത്ത ഒരു സാധനവും ലോകത്തിലില്ല. കെമിക്കലില്ലെങ്കിൽ നമുക്ക് ആർക്കും ജീവിക്കാൻ പറ്റില്ല. നമ്മളെല്ലാം കെമിക്കലാണ്. അപ്പോൾ ആ ഒരു ധാരണ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളത്. ഇതിൽ വലിയൊരു പ്രശ്നം ഈ അഡ്വർടൈസിങ് ഏജൻസീസും അതുപോലെ മീഡിയാസുമാണ്. മീഡിയാസും വളരെ പരിതാപകരമാണ് മീഡിയാസിൻ്റെ അവസ്ഥ. അത് പ്രിൻ്റഡ് മീഡിയ ആയാലും വിഷ്വൽ മീഡിയ ആയാലും ഇതിനൊക്കെ പ്രൊമോട്ട് ചെയ്ത് ഇപ്പോൾ ആരെങ്കിലും അത്രയും വിഷമാണ് അത് വളരെ പ്രൊമോട്ട് ചെയ്യും. ആൾക്കാർക്ക് വ്യൂവേഴ്സാണ് അവർക്ക് വേണ്ടത്, അല്ലെങ്കിൽ റീഡർഷിപ്പാണ് അവർക്ക് വേണ്ടത്. നമ്മുടെ നാട്ടിൽ കൂടുതൽ മണ്ടന്മാരാണുള്ളത്, സോറി ടു സേ ദാറ്റ്. ഇതൊക്കെ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് കെമിക്കൽ ഫ്രീ എത്ര പതഞ്ജലി മറ്റു പല കമ്പനികളും പേര് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. പല കമ്പനികളും ഇപ്പോഴും ഇറക്കുകയാണ് കെമിക്കൽ ഫ്രീ മെറ്റീരിയൽ, ഷാമ്പു, കെമിക്കൽ ഫ്രീ ഷാമ്പു, കെമിക്കൽ ഫ്രീ സോപ്പ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇതെല്ലാം ചാലഞ്ച് ചെയ്യേണ്ടതാണ്, ജനങ്ങൾ ചാലഞ്ച് ചെയ്യേണ്ടതാണ്. ഈ ഇപ്പോൾ കാന പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് എടുക്കുന്ന ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. അതായത് നമ്മൾ സ്ക്രീൻ ചെയ്തെടുക്കുന്ന വളരെ മിടുക്കരായിട്ടുള്ള കുട്ടികളുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ കെമിസ്ട്രി പഠിക്കാൻ വരുന്നവർക്ക് ഈ പറഞ്ഞ കീമോഫോബിയ അല്ലെങ്കിൽ ഈ കെമിക്കൽസിനോടുള്ള പേടിയോടുകൂടി വരുന്ന ആളുകളുണ്ടോ? കെമിസ്ട്രി പഠിക്കാൻ വരുന്നത്, കെമിസ്ട്രി റിസർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് പല ഇതുണ്ട്. ഇവരും ഒരു ക്രോസ് സെക്ഷൻ ഓഫ് സൊസൈറ്റിയാണ്. ഇപ്പോൾ ഡോക്ടേഴ്സ് ആയാലും കെമിസ്റ്റ് ആയാലും എൻജിനീയേഴ്സ് ആയാലും എല്ലാവരും ക്രോസ് സെക്ഷൻ ഓഫ് സൊസൈറ്റി തന്നെയാണ്. അവർക്കും ഈ അന്ധവിശ്വാസങ്ങളും പേടിയും വേണ്ടാത്ത പേടിയൊക്കെ ഉണ്ട്. ഞാൻ പലർക്കും കണ്ടിട്ടുണ്ട്. ആൾക്കാരുടെ പേരൊന്നും പറയാൻ പറ്റില്ല, പറയുന്നുമില്ല. ഇങ്ങനെ അതാണ് നമ്മളിപ്പോൾ ചിലപ്പോഴും കേൾക്കാറില്ലേ, ഈ ISRO എന്തെങ്കിലും സ്പേസ് വെഹിക്കിൾ ഇടുമ്പോൾ നാരങ്ങയും ഇതും വെച്ചിട്ടാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ശരിയായിരിക്കും, വെറുതെ പറയുന്നതായിരിക്കണമെന്നില്ല. അവിടെയും അന്ധവിശ്വാസികളുണ്ട്, അതുപോലെ സയൻസിലും അന്ധവിശ്വാസികളുണ്ട്. അല്ല, ഞാൻ ഈ പേടിയുടെ കാര്യമാണ് ചോദിക്കുന്നത്. കാര്യം കെമിസ്ട്രി ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ അവർ കെമിസ്ട്രി പഠിക്കാനായിട്ട് വരുന്നത്. ഒരു ഡിഗ്രി ലെവലിലെങ്കിലും കഴിഞ്ഞിട്ടുള്ള കുട്ടികളായിരിക്കും കൂടുതലും വരുന്നത്, അല്ലെങ്കിൽ പ്ലസ് ടുവിനെങ്കിലും സയൻസ് പഠിച്ചിട്ടുള്ള കുട്ടികളായിരിക്കും അങ്ങോട്ട് വരുന്നത്. ഇൻ്റഗ്രേറ്റഡ് കോഴ്സൊക്കെ കെമിസ്ട്രി കെമിക്കൽസിനെ പേടി കുറവാണെന്ന് പറയാം.
റിലേറ്റീവ്ലി കുറവാണ്. അവർക്കറിയാം കെമിക്കൽസ് ബാഡ് അല്ല എന്നുള്ളത് അറിയാം. മനസ്സിലായി. പക്ഷെ എന്നാൽ ഈ കെമിക്കൽ ഫ്രീ എന്നുള്ള ടാഗ് ലൈനാണ് എനിക്ക് തോന്നുന്നത് അവർക്ക് ഒരു അതെ പ്രോബ്ലം ആയിട്ട് വരണമെന്ന് തോന്നുന്നു. ഒരുപാട് കാലം പത്രമാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിന്ന ഒരു മോളിക്യൂളാണല്ലോ എൻഡോസൾഫാൻ. അതെ. അപ്പോൾ എൻഡോസൾഫാൻ ഉണ്ടാക്കിയതും ഉപ്പുണ്ടാക്കുന്നതും കെമിസ്ട്രിയാണ്. അതെ. അപ്പോൾ ഒരു കെമിസ്റ്റ് എന്നുള്ള രീതിയിൽ എൻഡോസൾഫാനെ എങ്ങനെ കാണുന്നു? എൻഡോസൾഫാൻ വളരെ ചീപ്പായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇൻസെക്ടിസൈഡാണ്. ഒരു ഡീൽ സാൾട്ട് റിയാക്ഷൻ ചെയ്താൽ കിട്ടുന്നൊരു മെറ്റീരിയലാണ്. അപ്പോൾ വളരെ ചീപ്പസ്റ്റ് കോമൺലി അഫോർഡബിൾ ഇൻസെക്ടിസൈഡാണ്. അത് ഇന്ത്യയിൽ നിന്ന് കണ്ടുപിടിച്ചതല്ല, ഇന്ത്യയിൽ മാത്രം യൂസ് ചെയ്ത ലോകത്തിലെ എല്ലാ സ്ഥലത്തും അമേരിക്കയിൽ വരെ ഉപയോഗിച്ച ഒരു ഇൻസെക്ടിസൈഡാണ് എൻഡോസൾഫാൻ. എല്ലാത്തിനും ഒരു ഡോസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സയൻറ്റിഫിക് ഫാമിങ്ങിൽ ഡോസ് ഒരു ഫാക്ടറാണ്. എൻഡോസൾഫാൻ ഇത്ര തളിക്കണം, പെർ ഹെക്ടർ ഇത്രയാണ് തളിക്കേണ്ടത്, ഇത്ര ഫ്രീക്വൻസിയിലാണ് തളിക്കേണ്ടതെന്ന് ഓൾറെഡി പ്രിസ്ക്രൈബ്ഡ് ആണ്. ഏത് ക്രോപ്പിന് എത്ര വേണമെന്നുള്ളതും പ്രിസ്ക്രൈബ്ഡ് ആണ്. ബ്രോഡ്നെസ് ഓഫ് ദ ലീവ്സ് അതൊക്കെ നോക്കിയിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫാമിംഗ് സിസ്റ്റം വെച്ച് ചെയ്താൽ എവിടെയും പ്രശ്നം ഉണ്ടായിട്ടും ഉണ്ടാവില്ല. അത് ഇപ്പോൾ എൻഡോസൾഫാൻ ബാൻ ചെയ്ത് ഓഫ്കോഴ്സ് ദർ ആർ ഇഷ്യൂസ്. ഇഷ്യൂസ് എന്താ വെച്ചാൽ പെർസിസ്റ്റിംഗ് കെമിക്കലാണ്, കുറച്ച് കാലം അത് പെർസിസ്റ്റ് ചെയ്യാം, ബയോ അക്യുമുലേഷൻ ഉണ്ടാകും. അതുകൊണ്ട് ബെറ്റർ വേർഷൻസ് വരുമ്പോൾ മറ്റുള്ള രാജ്യങ്ങളൊക്കെ അത് ബാൻ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ എന്തുകൊണ്ട് ബാൻ ചെയ്തിട്ടില്ല എന്നത് ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. അത് ഒരു പൊളിറ്റിക്കൽ ഡിസിഷനാണ്. പിന്നെ എക്കണോമിക്സും ഉണ്ട് അതിൽ. ഇത് ഇത്ര വളരെ ചീപ്പായിട്ട് അഫോർഡബിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇന്ത്യയിൽ പെട്ടെന്ന് ബാൻ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അത് സയൻറ്റിഫിക് ഫാമിംഗ് മാത്രം ചെയ്താൽ യാതൊരു പ്രശ്നമില്ലാത്ത മെറ്റീരിയലാണ്. അതിന് ഈ പറയുന്ന ഈ കുട്ടിഘോഷിക്കുന്ന പ്രശ്നങ്ങളുണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആധുനിക വൈദ്യരംഗം, മോഡേൺ മെഡിസിൻ്റെ കാര്യത്തിലെടുക്കാം. അപ്പം കീടനാശിനിയും ഇതും ഒരുമിച്ച് തന്നെ നമുക്ക് കെമിസ്ട്രിയിൽ അതിനെ വേർതിരിച്ച് കാണേണ്ട കാര്യമില്ല. അപ്പോൾ മറ്റ് പല മോളിക്യൂളുകളും പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ കീടനാശിനിയുടെ കാര്യത്തിലായാലും ഈ മരുന്നിൻ്റെ കാര്യത്തിലായാലും നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഈ മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കീടനാശിനിയാണെങ്കിൽ കീടനാശിനി നമ്മൾ ഏത് ജീവിക്കെതിരെയാണ്, ഇപ്പോൾ എൻഡോസൾഫാനായ തേയില കൊതുവിന് എതിരെയാണ് പ്രയോഗിക്കുന്നത്, അവർ റെസിസ്റ്റൻ്റ് ആവുക. ഇപ്പം ആൻറ്റിബയോട്ടിക്സിൻ്റെ യൂസേജ് കൊണ്ട് ബാക്ടീരിയ റെസിസ്റ്റൻ്റ് ആവും. അപ്പോൾ ഈ പ്രശ്നം ഉള്ളതുകൊണ്ട് നമ്മൾ എല്ലാ കാലവും കെമിസ്ട്രിയും ഇങ്ങനെ പുതിയ പുതിയ റിസർച്ചുകൾ, അതായത് ഇപ്പോൾ തൽക്കാലം നമുക്ക് അറിയാവുന്ന അല്ലെങ്കിൽ ഉള്ള എല്ലാ അസുഖങ്ങൾക്കും മരുന്ന് കണ്ടെത്തിയാലും ഇനി ശരി ലാബ് അടച്ച് പൂട്ടിയിട്ട് ചുമ്മാ ഇരിക്കാൻ പറ്റുമല്ലോ, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് റിസർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. തീർച്ചയായും. കാരണം എന്താ വെച്ചാൽ ബയോ ഓർഗാനിസം, ഏത് ഓർഗാനിസം ആണോ നമ്മളിത് അപ്ലൈ ചെയ്യുന്നത്, ബാക്ടീരിയ ആയാലും മറ്റ് ഇൻസെക്റ്റ് ആയാലും, അവരും പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ നോളജ് കൊണ്ടാണെന്നില്ല, അവരുടെ സിസ്റ്റം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ പല ക്യാൻസർ ഡ്രഗും ഇപ്പോഴും റെസിസ്റ്റൻ്റ് ആണ്, ക്യാൻസറിന് റെസിസ്റ്റൻ്റ് ആണ്. ഇപ്പോൾ സിസ്പ്ലാറ്റിനൊക്കെ ചില ക്യാൻസറിൽ വർക്ക് ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ അത് റെസിസ്റ്റൻസ് നമ്മുടെ തന്നെ ബോഡിക്ക് റെസിസ്റ്റൻ്റ് ആയി എന്നുള്ളതാണ്. അപ്പോൾ അത് ബയോളജിക്കൽ സിസ്റ്റം ഇതിനെ ഓവർകം ചെയ്യാൻ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ജോലി നഷ്ടപ്പെടില്ല എന്നുള്ളതാണ് ഈ കെമിസ്ട്രിനും മറ്റുള്ള സയൻറ്റിസ്റ്റുകൾക്ക്. കഞ്ഞുപിടി മുട്ടില്ല. ഇത് നമ്മൾ പുതിയ പുതിയ മോളിക്യൂൾസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. ഇതിനൊരു പെർമനൻറ്റ് സൊല്യൂഷൻ എപ്പോഴും ഉണ്ടാവണമെന്നില്ല. ഈ എയുടെ വരവോടുകൂടി ഒരു കെമിസ്റ്റിനെ കംപ്ലീറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യുന്ന ഒരു കാലം വരുമോ? അല്ലെങ്കിൽ എയുടെ വരവോടുകൂടി ഒരു കെമിസ്റ്റിനെ ചെയ്യുന്ന ജോലികളെ എളുപ്പമാക്കാൻ സഹായിക്കുന്നുണ്ടോ? ഒരുപാട് എല്ലാ ഫീൽഡിലും, ഇപ്പോൾ കെമിസ്ട്രിയിൽ മാത്രമല്ല എല്ലാ ഫീൽഡിലും ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യും. ഇപ്പോൾ പല ജോലികളും നമുക്ക് നഷ്ടപ്പെടാൻ പോകണം. ടീച്ചർ എന്ന് പറഞ്ഞൊരു ജോലി ഉണ്ടാവില്ല. സാധാരണ പുസ്തകത്തിലുള്ള പഠിപ്പിക്കുന്ന ഒരു ടീച്ചറിൻ്റെ ജോലി ഉടനെ പോകും. അതുപോലെ ഒരു ഡോക്ടറിൻ്റെ ജോലിയും ഉടനെ പോകും. സാധാരണ ഒരു പ്രിസ്ക്രിപ്ഷനും ഒരു അനാലിസിസും ആണ് ഡോക്ടർ ചെയ്യുന്നതെങ്കിൽ അവരുടെ ജോലിയൊക്കെ ഉടനെ പോകും. അതൊക്കെ ഒരു കമ്പ്യൂട്ടറിന് അല്ലെങ്കിൽ ഒരു AI സിസ്റ്റത്തിന് ഈസിലി റീപ്ലേസബിളാണ്. പക്ഷേ എവിടെ എഐക്ക് പ്ലേ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് എവിടെയാണ് തിങ്കിങ് പവർ കൊണ്ടുവന്നത്. എഐക്ക് തിങ്കിങ് പവർ ഇല്ല. നമ്മൾ കൊടുത്ത അത് വെച്ച് അനലൈസ് ചെയ്യാമെന്നല്ലാതെ പുതിയൊരു സിന്തസൈസിങ് എവിടെ ഉണ്ടാവണമെന്നില്ല. ആസ് ഓഫ് നോ ദിസ് ഈസ് വാട്ട് മൈ ബിലീഫ് ഈസ്. എവിടെയാണോ ഈ ക്രിട്ടിക്കൽ തിങ്കിങ് ആവശ്യമുള്ളത്, ആ ഒരു ഡിസിഷൻ മേക്കിങ്, അതൊക്കെ എഐക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഒരിക്കലും കെമിസ്ട്രിനെ AI റീപ്ലേസ് ചെയ്യില്ല. കെമിസ്ട്രി ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡ്രഗ് ഡിസ്കവറിയിലൊക്കെ ഒരുപാട് ഹെൽപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞ ഡോക്കിംഗ് ഒക്കെ വളരെ ഈസി ആയി കാണും ഇപ്പോഴും ഈ AI കൊണ്ട്. എഫിഷ്യൻസിക്ക് കൂടും എന്നുള്ളതാണ്. ജോലിയൊന്നും നഷ്ടപ്പെടില്ല ആരുടെയും. ജോലിയുടെ മാറ്റം, ജോലി ചേഞ്ച് ചെയ്യും. ബാങ്കേഴ്സൊന്നും ഉണ്ടാവില്ല, ബാങ്ക് ഉണ്ടാവില്ല, കറൻസി ഉണ്ടാവില്ല ആഫ്റ്റർ സം ടൈം. അപ്പോൾ ബാങ്കേഴ്സൊക്കെ വേറെ ജോലി ചെയ്യുന്നുള്ളത്, നമ്മൾ പുതിയ ജോലി കണ്ടെത്തുന്നുള്ളതാണ്. കാരണം പല സ്ഥലത്തും ലോകത്തിൽ പല സ്ഥലത്ത് റിസർച്ച് ചെയ്തിട്ടുണ്ട്, പല സ്ഥലത്തും പഠിപ്പിച്ചിട്ടുണ്ട്, പല സ്ഥലത്ത് ലാബിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്.
ഇന്ത്യയിൽ നമ്മൾ സയൻസിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സയൻസിന് വേണ്ടി അലോക്കേറ്റ് ചെയ്യുന്ന ബഡ്ജറ്റ് സഫീഷ്യൻ്റ് ആണോ അതോ ഒരു ശാസ്ത്രജ്ഞൻ എന്നുള്ള രീതിയിൽ അത് കൂട്ടണം എന്ന് ആഗ്രഹമുണ്ടോ? അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു? തീർച്ചയായിട്ടും ഏത് ശാസ്ത്രജ്ഞനും ഏത് കൺട്രിയിലുള്ള ശാസ്ത്രജ്ഞനോട് ചോദിച്ചാലും എപ്പോഴും ഇത് കൂട്ടണമെന്നേ പറയുള്ളൂ. അപ്പോൾ ഇപ്പം ഓൾറെഡി നല്ലവണ്ണം ഇൻവെസ്റ്റ് ചെയ്യുന്ന കൺട്രീസ് ഉണ്ടല്ലോ, അത് അവരും അങ്ങനെ പറയുള്ളൂ. ചൈന ഈസ് ഡൂയിങ് ഗുഡ് ആ കാര്യത്തിൽ. എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ പൊട്ടൻഷ്യൽ കംപ്ലീറ്റ് പുറത്തു വരണമെങ്കിൽ നമ്മൾക്ക് അമ്മ്യൂണേഷനും സോൾജേഴ്സും എണ്ണം കൂട്ടണം. സോൾജേഴ്സ് എന്ന് പറഞ്ഞാൽ റിസർച്ചേഴ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു കണക്കുണ്ട്, റിസർച്ചേഴ്സ് പെർ മില്യൺ. അതൊരു ഇൻഡെക്സാണ്. ഒരു രാജ്യത്തിൻ്റെ അഭിവൃദ്ധി തീരുമാനിക്കുന്ന ഒരു ഇൻഡെക്സാണ് റിസർച്ചേഴ്സ് പെർ മില്യൺ, RPM. അത് ഇന്ത്യയുടേത് വളരെ കുറവാണ്. 288 260 താഴെയാണ്. ചൈനയുടെയൊക്കെ 3000 അടുത്താണ്. മറ്റ് പല രാജ്യങ്ങളിലും ഇപ്പോൾ അത് 5000 വരെയാണ് പെർ മില്യൺ. ഒരു 10 ലക്ഷത്തിൽ 5000 ആൾക്കാർ റിസർച്ചേഴ്സാണ്. നമ്മുടേത് സോൾജേഴ്സിൻ്റെ എണ്ണം കുറവാണ്. പിന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റും എസ്എഫ് കുറവാണ്. സ്ലോലി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ് ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ ഗവൺമെൻറ് കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്യാൻ ഈ പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട്. പെട്ടെന്ന് സഡൻലി ഒരു സ്പൈക്ക് ആവണമെന്നില്ല, പക്ഷേ സ്ലോലി ഇൻക്രീസ് ചെയ്യുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് ചെയ്താൽ മാത്രം, ഇത് രണ്ടും ചെയ്യണം. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രം പോരാ, ഇൻവെസ്റ്റ്മെൻറ്റിന് ഹ്യൂമൻസ് ഓൾസോ വേണം. ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവണം. ഇപ്പോൾ ഐസേഴ്സൊക്കെ ഇന്ത്യയിൽ ആകെ 7 ഐസറേ ഉള്ളൂ. ഇന്ത്യയിൽ ഓരോ സംസ്ഥാനത്തും ഐസർ 1 2 ഐസർ വേണം. ഐസർ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ IITs. എല്ലാ സംസ്ഥാനത്തും IITs ഉണ്ട്, IIST, IISc, അങ്ങനെയുള്ള ഒരുപാട് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ വേണം. അവിടെയൊക്കെ മാൻ പവർ ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമ്മൾക്ക് മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് കമ്പീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഓൾറെഡി ട്രൈ ചെയ്ത രാജ്യങ്ങളുണ്ട്. 20 വർഷം 30 വർഷം മുമ്പ് ഇപ്പോൾ ചൈനയ്ക്ക് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അവരുടെ ഗ്രോത്ത് അൺബിലീവബിളാണ്. ഞാൻ അവിടെ പോയിട്ടുള്ള ഒരാളാണ്. അൺബിലീവബിളാണ്. അത് നമുക്കും ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ വേൾഡ് പോപ്പുലേഷൻ വൈസ് നമ്പർ 1 ആണ് നമ്മൾ. അത് നമ്മൾ ഈ സമയത്ത് യൂസ് ചെയ്തില്ലെങ്കിൽ പിന്നെ നമുക്ക് അവരെ പിടിച്ചാൽ കിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴാണ് ചെയ്യേണ്ടത് അറ്റ്ലീസ്റ്റ്. ഈ RPMൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഞാൻ ഒരു സംശയമായിട്ട് ചോദിക്കണം. അതായത് ഇപ്പോൾ ഒരു +2 കഴിഞ്ഞ ഒരു വിദ്യാർത്ഥി സയൻസ് തന്നെ പെർസ്യൂ ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. അവൻ്റെ മുന്നിലേക്ക് എളുപ്പം വരുന്നത്, ഇപ്പോൾ സ്റ്റെമ്മിലാണെന്നുണ്ടെങ്കിൽ തന്നെ കൂടുതലും ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളായിരിക്കും മുന്നിൽ വരുന്നത്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 സെറ്റിൽമെൻറ്റ് വർഷം കൊണ്ട് നമുക്കൊരു മൾട്ടിനാഷണൽ കമ്പനിയിലൊക്കെ കയറി ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. ഒരു റിസർച്ചർ ആവണമെങ്കിൽ എത്ര വർഷം, ഇപ്പം കാനയുടെ കാര്യം തന്നെ എടുക്കുക, ഒരു ഡോക്ടറേറ്റ് എടുക്കുക അല്ലെങ്കിൽ പോസ്റ്റ് ഡോക്ക് എടുക്കുക, എത്ര കാലം സമയം എടുക്കും? ഒരു സെറ്റിൽ ആവാനായിട്ട് എത്ര കാലം എടുക്കും? വയസ്സാണോ? ഇതാണ് ഒരു മെയിൻ ഫാക്ടർ. ഈ സയൻസിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇത് സമയമെടുക്കും. ഇപ്പോൾ MSc ഒക്കെ കഴിഞ്ഞ് സാധാരണ ഒരു +2 കഴിഞ്ഞ കുട്ടിക്ക് BTechന് പോയാൽ 4 വർഷം കൊണ്ട് BTechും കഴിഞ്ഞാൽ ഒരു ഡീസൻ്റായ ഒരു ജോലി കിട്ടും. നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, IIT പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണെങ്കിൽ. ഇപ്പം മറ്റുള്ള BTechൊന്നും കാര്യമില്ല. ഇപ്പോൾ അവിടെ ഇവിടെ മഷ്റൂം കണക്കെ എഞ്ചിനീയറിംഗ് കോളേജസ് പൊങ്ങിയിട്ടുണ്ട്. അതിലത്തെ BTechനൊന്നും ഒരു കാര്യമില്ല. പക്ഷേ ഞാൻ പ്രൊഫഷണലി നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എടുത്താൽ അവർക്ക് പെട്ടെന്ന് സെറ്റിൽ ചെയ്യാൻ പറ്റും. സിമിലർലി മെഡിക്കൽ ഫീൽഡിലായാലും അതൊരു വർഷം കൂടി കൂടുതലെടുത്താൽ 5 വർഷം അല്ലെങ്കിൽ 5-5.5 വർഷം എടുത്താൽ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട്, എയിംസ് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ അല്ല അവർക്ക് ജോലി പെട്ടെന്ന് കിട്ടും. ഈസി സെറ്റിലിംഗ് ആണ്. പക്ഷേ ഇവിടെ അവൻ ആ സമയത്ത് MSc മാത്രമേ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. MSc കഴിഞ്ഞ് സെറ്റിൽ ചെയ്യാൻ ഓക്കെ, ഇറ്റ്സ് പോസിബിൾ. ജോലിയൊക്കെ കിട്ടും. ഒരു 5-6 ലക്ഷം പെർ മന്തൊക്കെ അല്ല പെർ ആനൊക്കെ കിട്ടും MSc കഴിഞ്ഞ കുട്ടികൾക്ക് ഇപ്പോഴും. പക്ഷേ അത് ഒരു ലോവർ ലെവൽ ഓഫ് സെറ്റിൽമെൻ്റ് ആണ്. അവിടെ നിർത്താതെ PhD കഴിയണം +5 വർഷം. അപ്പോൾ ഒരു ബെറ്റർ സെറ്റിൽമെൻറ്റ്, ഒരു 15 lakhs 16 lakhs ഒക്കെ പെർ ആനം ഈസി ഫസ്റ്റ് എൻട്രി കൊടുക്കും. പക്ഷേ അതും ഈസി സെറ്റിൽമെൻ്റ് ആണ്. അത് കുറച്ചുകൂടി വേണമെങ്കിൽ ഒരു പുറത്തൊക്കെ പോയി 2-3 വർഷം പോസ്റ്റ് ഡോക്ടറൽ എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞാൽ അവൻ ഇനി കമ്പനിയിലേക്കാണ് ചെയ്യുന്നത്. സ്റ്റാർട്ടിങ് 30 ഒക്കെ ആയിരിക്കും. അപ്പോൾ സമയം ഒരു 35 വയസ്സ് വരെ എത്താൻ ചാൻസ് ഉണ്ട്. 30-ന് ശേഷം മാത്രമേ ഒരു പ്രോപ്പർ സെറ്റിൽമെൻറ്റ് നടക്കുള്ളൂ. പക്ഷേ ആ സെറ്റിൽമെൻറ്റ് അറ്റ് വെരി ഹൈ ലെവലാണ്. പക്ഷേ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. IIMലുള്ള ഒരു പ്രോഡക്റ്റ് അത് വളരെ യങ് ഏജിൽ തന്നെ വളരെ ഹൈ സെറ്റിൽമെൻറ്റിൽ പോകും. പക്ഷേ അത് വളരെ ലിമിറ്റഡ് ആണ്. സയൻസിൽ ഈ ഒരു ഇഷ്യൂ ഉണ്ട്. പക്ഷേ വാട്ട് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ഈസ് നമ്മൾക്ക് കെമിസ്ട്രി ചെയ്യുമ്പോൾ ഐ ആം ഗെറ്റിംഗ് പെയ്ഡ് ഫോർ മൈ ഹോബി, ഡൂയിങ് മൈ ഹോബി. എന്നോട് ആരും ഇന്നതാണ് റിസർച്ച് ചെയ്യണമെന്ന് പറയാറില്ല. ആരും പറയില്ല. എനിക്ക് ഇഷ്ടമുള്ളത് ഇന്ന് ചെയ്യാം, എനിക്ക് നാളെ വേറെ എന്തെല്ലാം ഇഷ്ടമുണ്ടെങ്കിൽ അത് ചെയ്യാം. എനിക്ക് ടീച്ചിങ് ജോബ് മാത്രം ചെയ്താൽ മതി. എൻ്റെ പ്രൊഫഷണലിൽ 4 അവർ കോഴ്സ് മാത്രം എടുത്താൽ മതി. ഐ ക്യാൻ ഡു വാട്ട് എവർ ഐ വാണ്ട്. അതിന് എനിക്ക് പേ കിട്ടുകയാണ്. എൻ്റെ ഹോബി ഫോളോ ചെയ്യുന്നതിൽ പേ കിട്ടുക. അത് ഈ ഒരു പ്രൊഫഷനിൽ മാത്രമേ ഉള്ളൂ. മനസ്സിലായി.
നമ്മൾ ശാസ്ത്രത്തിൽ അവാർഡുകളുടെ അല്ലെങ്കിൽ കിട്ടുന്ന കാര്യങ്ങളിൽ എപ്പോഴും ഏറ്റവും ടോപ്പ് ലെവലായിട്ട് സയൻസിൽ പ്രത്യേകിച്ച് നമ്മൾ നോബൽ സമ്മാനങ്ങളുടെ കാര്യമാണ് പറയുന്നത്. അതുപോലെ സ്വതന്ത്ര ഇന്ത്യയിൽ നമുക്ക് ഇന്നുവരെ ഒരു നോബൽ സമ്മാനം കിട്ടിയിട്ടില്ല. ഒരു കെമിസ്ട്രിയിലെന്നല്ല, ഏതെങ്കിലും ഒരു ശാസ്ത്രശാഖയിൽ നമുക്ക് കിട്ടിയിട്ടില്ല. എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ നമുക്ക് ഇനി എന്തെങ്കിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള സയൻസ് ബഡ്ജറ്റിലും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിലും ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മൾ സയൻസിൽ ഇങ്ങനെ ഒരു സാധനം ഇനി പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? എന്താണ് കാണിക്ക് തോന്നുന്നത്? ഈ നോബൽ പ്രൈസ് ഒരു മാനദണ്ഡമായി കരുതുന്നുണ്ടെങ്കിലും അതൊരു ഇതല്ല, ഒരു സയൻസിൻ്റെ രാജ്യത്തിൻ്റെ സയൻസിൻ്റെ മികവെന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. നോബൽ പ്രൈസ് ചിലപ്പോൾ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടായെന്ന് വെച്ചു, ആ ബ്രേക്ക് ത്രൂവിന് നോബൽ പ്രൈസ് ഉണ്ട്. ഗ്രാഫീൻ കണ്ടുപിടിച്ചു, അതൊരു ബ്രേക്ക് ത്രൂ ആയിരുന്നു, ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ളത്, പീൽ ഓഫ് ചെയ്യുക എന്നുള്ളത്, അതിന് നോബൽ പ്രൈസ് കിട്ടി. അപ്പോൾ അതൊരു എന്താ പറയുക, ഒരു ബ്രേക്ക് ത്രൂ കാണുമ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ഹ്യൂമൻ കൈൻഡിന് ഇൻട്രസ്റ്റിംഗ് ആയ ഒരു മെറ്റീരിയൽ ആണെങ്കിൽ അല്ലെങ്കിൽ സയൻസ് ആണെങ്കിൽ അതിന് നോബൽ പ്രൈസ് കിട്ടും. പക്ഷേ അത് ഒരു കൺട്രി ആസ് എ ഹോളിൻ്റെ സയൻസ് ലെവലോ ഒന്നും പറയുന്നില്ല. അതാണ് എൻ്റെ ഒരു ടേക്ക്. അതിൽ നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള സത്യമാണ്. നമുക്ക് സ്വതന്ത്ര ഇന്ത്യയിൽ സയൻസിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടില്ല. നമ്മുടെ ആൾക്കാർ പല സ്ഥലത്തും പോയി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രശ്നം CR പറഞ്ഞ മറ്റേതാണ്, ഈ RPM ഇതും ഇൻവെസ്റ്റ്മെൻറ്റും. അത് നമ്മൾ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ചെറിയ എമൗണ്ട് മാത്രമേ ചെയ്യാറുള്ളൂ. അത് ഇപ്പോൾ സ്ലോലി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഈ വർഷം കുറച്ചുകൂടി ആഡ് ചെയ്തിട്ടുണ്ട്, പല പ്രോഗ്രാമും ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇന്ത്യക്ക് ഉറപ്പായിട്ടും പോസിബിളാണ്. മേ ബി നെക്സ്റ്റ് 20 years ഓൾസോ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഈ നോബൽ പ്രൈസൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. അത് പോസിബിളാണ്. ഇത്രയും വലിയൊരു കൺട്രിയിൽ 1.4 ബില്യൺ ആൾക്കാരുള്ള ഒരു രാജ്യത്ത് കുറേ ആൾക്കാർ റിസർച്ച് ചെയ്യുമ്പോൾ, റിസർച്ചേഴ്സ് പെർ മില്യൺ കൂടുമ്പോൾ, റിസർച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുമ്പോൾ ഉറപ്പായിട്ടും സയൻസിൻ്റെ ക്വാളിറ്റിയും ലെവലും എല്ലാം കൂടും. നോബൽ പ്രൈസ് ഇന്ത്യയിലും വരും എന്നാണ് എൻ്റെ ഒരു ധാരണ. ഉദാഹരണം എടുത്താൽ ഇസ്രായേലാണ്. ഇന്ത്യയും ഇസ്രായേലും സ്വാതന്ത്ര്യം കിട്ടിയത് ഓൾമോസ്റ്റ് 1 year ഡിഫറൻസിലാണ് കിട്ടിയത്. പക്ഷേ അവർ ഇൻവെസ്റ്റ് ചെയ്ത് ആ സയൻസിൽ ഇൻവെസ്റ്റ് ചെയ്തത് വളരെ ഹ്യൂജാണ്. 4.7% ആണ് GDP-യുടെ. അപ്പോൾ അവർക്ക് 14 നോബൽ പ്രൈസ് കിട്ടി ഇത്രയും വർഷം കൊണ്ട്. അപ്പോൾ അത് ആ ഇൻവെസ്റ്റ്മെൻറ്റും RPM കൂടുമ്പോൾ വരും എന്നാണ് എൻ്റെ ധാരണ. അപ്പോൾ നിർത്തുന്നതിന് മുമ്പ് അവസാനത്തെ ഒരു സംഗതി, കാന ഇതിനു മുമ്പും പലയിടത്തും ചലഞ്ച് വെച്ചിട്ടുള്ള ഒരു കാര്യം എനിക്കറിയാവുന്നത്, കെമിക്കൽ അല്ലാത്ത എന്തെങ്കിലും വസ്തു കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ കാനയുടെ വക 1 കോടിയും അല്ലാതെ റോയൽ സൊസൈറ്റിയുടെ വക 10 മില്യൺ പൗണ്ട്സ് ആണ്. ബേസിക്കലി 10 കോടിയാണ് പറഞ്ഞിരിക്കുന്നത്. 10 കോടി ഇന്ത്യൻ റുപ്പീസ്. ആ ചലഞ്ച് വഴി ആർക്കെങ്കിലും പൈസ കിട്ടുന്ന എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ആരും പ്രതീക്ഷ വെക്കേണ്ട. കെമിക്കൽ അല്ലാത്ത ഒരു വസ്തുവും ഈ ഭൂലോകത്തിൽ ഇല്ല. അതുകൊണ്ട് ആ ചലഞ്ചിന് അത് ഫിലോസഫർ സ്റ്റോണിന് വേണ്ടി ആൽക്കെമിസ്റ്റ് പോയ പോലെ ആയിരിക്കും. ഒരു അർത്ഥമില്ലാത്ത ഒരു വിധാവിലാവുന്ന ഒരു ഇത് മാത്രമായിരിക്കും. പക്ഷേ ഈ സയൻസ് കൊണ്ട് നമ്മൾക്ക് പലതും ചെയ്യാൻ പറ്റും. കെമിസ്ട്രി എന്നൊരു സയൻസ് അല്ലെങ്കിൽ വേറെ ഫോംസ് ഓഫ് സയൻസ് കൊണ്ട് അതിനെക്കാളും ബില്യൺസൊക്കെ ഉണ്ടാക്കാൻ പറ്റും പ്രോപ്പറായിട്ട് യൂസ് ചെയ്താൽ. ആ സയൻസ് യൂസ് ചെയ്താൽ മറ്റ് ഈ കെമിക്കൽ അല്ലാത്തൊരു വസ്തു പരിധി ആൾക്കാർ സമയം കളയരുത് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. സാധാരണ നമ്മൾ എപ്പോഴും സംസാരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ചെങ്കിൽ ഇന്ന് പുതിയതായിട്ട് എനിക്കും കുറേ കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് കാനഡയിൽ നിന്ന് കേൾക്കാൻ പറ്റി. എന്തായാലും ടൈം വെൽ സ്പെൻഡ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രേക്ഷകർക്കും എന്തായാലും തീർച്ചയായിട്ടും ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉപകാരപ്രദം, അതായത് നമ്മൾ കെമിസ്ട്രിയുടെ തുടക്കം മുതൽ ആൽക്കമിയിൽ നിന്ന് എങ്ങനെ കെമിസ്ട്രി ആയെന്നുള്ളത് മുതൽ നിത്യോപയോഗ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന കെമിസ്ട്രി മുതൽ മരുന്നും വളവും ഓർഗാനിക് ഫാമിങ്ങും എല്ലാം കവർ ചെയ്തു. ഇനി അതിൻ്റെ കെമിസ്ട്രി ആസ് എ ബ്രാഞ്ചിനുള്ള സ്കോപ്പ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്തതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇത്രയും നേരം സ്പെൻഡ് ചെയ്തതിന് കാരണം പ്രത്യേകം താങ്ക്സ്. അൺബയസ്ഡിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുമ്പോൾ കെമിസ്ട്രിയിൽ കുറച്ചുകൂടെ പുതിയ കാര്യങ്ങളെക്കുറിച്ച് പറയാമെന്ന് വിചാരിക്കും. കാനയ്ക്ക് വന്നതിന് നന്ദി. എല്ലാവർക്കും ബൈ.